സാറിന് എന്താണ് ജോബ്? ഞാനൊരു 20 ഇയേഴ്സായിട്ട് ഏവിയേഷനിൽ തന്നെയാണ്. ഞാൻ 19 ഇയേഴ്സും എയർപോർട്ട് ബേസ്ഡ് ആയിരുന്നു. ഇപ്പം എയർപോർട്ട് ബേസ്ഡ് അല്ല, ഞാനിപ്പം ഇന്റർഗ്ലോബലാണ്. RJ റിതൻ പഠിക്കുന്നു. നിങ്ങളെല്ലാം ഏതാണ് പ്ലേസ് ഇപ്പോൾ ഉള്ളവർ? എനിക്ക് അധികം പേരൊന്നും വേണ്ട, കുറച്ച് പേരൊക്കെ മതി. നമുക്ക് ഏവിയേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളവർ മാത്രം മതി. അല്ലാത്തവർ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം ഒരുപാട് ക്വസ്റ്റ്യനൊന്നും ആൻസർ പറയാനുള്ള ടൈമില്ല. നമുക്കത് വേറൊരു ദിവസം ആക്കാം. ഓക്കെ. ബീങ് അജാസ് കൊല്ലം, റിതിൻ ബാംഗ്ലൂർ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ MLCD. പിന്നെ എയർപോർട്ട് ഓപ്പറേഷൻസ് കോഴ്സ് എങ്ങനെയുണ്ട്? ഓക്കെ. ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് നമുക്ക് ഒരുപാടുണ്ട്, പല ടൈപ്പുകളുണ്ട്. അത് യൂണിവേഴ്സിറ്റി ബേസ്ഡ് ഉണ്ട്, യൂണിവേഴ്സിറ്റി അല്ലാത്ത ടൈപ്പും ഉണ്ട്, ഡിപ്ലോമ കോഴ്സസ് ഒക്കെ ഉണ്ട്. എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ മേജറായിട്ട് അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏവിയേഷനെ കുറിച്ച് എന്ത് പഠിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഏവിയേഷനിൽ ഒരു പെർട്ടിക്കുലർ ജോബ് റിലേറ്റഡ് ആയിട്ട് എന്ത് പഠിച്ചു എന്നുള്ളതാണ്. പലരും ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിക്കാറുണ്ട്, പക്ഷേ പഠിച്ചിറങ്ങിക്കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂ നടത്തുമ്പോഴത്തേന് ഒന്നും അറിയത്തില്ലായിരിക്കും. അതാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ജോബ്ലെസ് ആയിട്ടിരിക്കുന്നതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ. ഏവിയേഷൻ ഫോട്ടോഗ്രാഫി, അതിൽ ഒരു സ്കോപ്പ് ഉണ്ടോ? അത് സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ അതൊന്നും ഇവിടെ അങ്ങനെ വലിയ സ്കോപ്പൊന്നുമില്ല. ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫി ചെയ്യുന്നവർ വലിയ വലിയ കമ്പനിയുമായിട്ട് ടൈപ്പ് ചെയ്താണ് ചെയ്യുന്നത്, അല്ലാതെ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്നവർ വളരെ കുറവാണ്. കോൾ വന്നതാണ്. ഓക്കെ. അപ്പം പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഏവിയേഷൻ ഫോട്ടോഗ്രാഫി അതൊരു സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും വലിയ സ്കോപ്പില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് പാഷനായിട്ട് ചെയ്യുന്നുണ്ട്, അവരുടെ കൂടെ കൂടാം. നമുക്ക് എടുത്ത ഫോട്ടോസ് സെല് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട്, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പാഷനായിട്ട് ഫോട്ടോസ് എടുത്ത്, അതായത് എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ എയർപ്ലെയിൻ സ്പോട്ടിങ്ങിൽ നമുക്ക് ഫോട്ടോസ് എടുത്ത് നമുക്ക് പല വെബ്സൈറ്റിനും സെല് ചെയ്യാൻ പറ്റും. വേറെ എന്താ ക്വസ്റ്റ്യൻ? ചോദിച്ചോ, ധൈര്യമായിട്ട് ചോദിച്ചോ. നിയാസ്, എംബാഷ്, നിതിൻ, ഹിമാസ്, ശരത്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ. നമ്മൾ ഈ ഹായ് പറഞ്ഞുകൊണ്ടിരുന്ന വെച്ച് കാര്യമില്ലല്ലോ, എല്ലാവരും ഇങ്ങനെ വേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനി ഒരു ദിവസം, ഏതെങ്കിലും ഒരു ദിവസം വൈകുന്നേരം ഫുൾ ലൈവ്, അതായത് നമുക്ക് സൂമിലോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലോ വല്ലോ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നത് പോലെ, എല്ലാവർക്കും ചോദിക്കാൻ പറ്റുന്ന പോലെ. രാജീവ് ഗാന്ധി നാഷണൽ ഏവിയേഷൻ യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി, അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, ഒരു PG ഡിപ്ലോമ ഇൻ എയർപോർട്ട് ഓപ്പറേഷൻ. സാറിൻ്റെ ഒപ്പീനിയൻ എന്താ? നമ്മൾ PG എടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല കേട്ടോ. നമ്മൾ മേജറായിട്ട് നമ്മൾ എയർലൈൻസിലാണെങ്കിൽ, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, എയർലൈൻസിലാണെങ്കിൽ നമുക്ക് റിക്വയർമെൻ്റ് ആയിട്ട് വരുന്നത് നമുക്ക് ഡിഗ്രി ഹോൾഡർ ആയിരിക്കണം, അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം. ഏതെങ്കിലും ഒരു ഡിഗ്രി മതി, എനി ഡിഗ്രി. പിന്നെ ബിലോ 27, അതൊരു 25 to 27 ആയിരിക്കണം, അൺമാരീഡ് ആയിരിക്കണം. അതാണ് എയർലൈൻ്റെ ഒരു റൂൾ എന്ന് പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനീസിലൊക്കെ നോക്കാം. ലിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂട്ടൺ ലോ അനുസരിച്ചാണോ അതോ? എൻ്റെ മോനെ, ഇങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചോദിക്കാതെ, അതൊന്നും ഒരു ലൈവിൽ പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. നല്ല ചോദ്യമാണ് കേട്ടോ. നമുക്ക് അതിനെക്കുറിച്ച് ചുമ്മാ ചോദ്യം ചോദിച്ചൊരു വീഡിയോ ഇടാം. ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാത്തത് എന്താണെന്ന് വെച്ചാൽ, ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം, എങ്കിലേ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒന്ന് മനസ്സിലാവത്തുള്ളൂ. അല്ലാതെ നമ്മൾ ചോദ്യവും ഉത്തരവും നമ്മൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവത്തുമില്ല, ആർക്കും ഒരു ഇൻട്രസ്റ്റിംഗ് കാണത്തില്ല. ഐ ആം 17 years old, ഇന്ത്യൻ നേവിയിൽ ജോയിൻ ചെയ്ത് 15 years കഴിഞ്ഞ് റിട്ടയർ ചെയ്തതിന് ശേഷം എമിറേറ്റ്സ് പോലെയുള്ള എയർലൈൻസിൽ ജോയിൻ ചെയ്യാൻ പറ്റും? ഉറപ്പായിട്ടും. ഒരുപാട് പേര് ഇന്ത്യൻ നേവി തന്നെ ഇതിൻ്റെ എയർ വിങ് ഉണ്ട്, അതിൻ്റെ അകത്തൊക്കെ ജോയിൻ ചെയ്യുവാണെങ്കിൽ എമിറേറ്റ്സിലൊക്കെ ട്രൈ ചെയ്യാം. അല്ലാതെ നേവിയിൽ കപ്പലിൽ പോകുന്ന ഒരു ഫ്ലൈറ്റിൽ വന്നിട്ട് തന്നെ ചെയ്യാനാണ്. ഒരുപാട് പേരിങ്ങനെ വേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ ഹായ് കാണിച്ചാൽ നിങ്ങളുടെ സംശയങ്ങൾ മാറുമോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.
നിങ്ങൾ എത്ര പേര് എയർപോർട്ടിൽ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട്? ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഉള്ള കാര്യങ്ങൾ അല്ല, അതാ എൻ്റെ ചോദ്യം. സോറി ഏട്ടാ, എനിക്ക് അറിയാം, ബട്ട് ഒരു ഏവിയേറ്റർ കിട്ടിയപ്പോൾ ചോദിച്ചതാ. ഓക്കെ, അതൊക്കെ തിയററ്റിക്കൽ പാർട്ടാണ്. ഞാൻ യൂഷ്വലി നമ്മൾ ഈ പറയുന്ന ഗ്രൗണ്ട് സ്റ്റാഫ് അങ്ങനെ ഒന്നുകൂടി വ്യക്തമായി പറയാമോ? എന്തിനെക്കുറിച്ചാണ് വ്യക്തമായി പറയണ്ടേ? അതും കൂടെ ഒന്ന് പറയണേ. നമ്മൾ എയർപോർട്ടിൽ ഇൻ്റർവ്യൂസിന് പോകണം കേട്ടോ. നമ്മൾ പോകാതിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുപാട് പേരെ എനിക്കറിയാം, ഞാനും പോകുന്ന എല്ലാ ഇൻ്റർവ്യൂസും പാസ്സായെന്ന് വരത്തില്ല. പുഷ് ബാക്ക് എൻജിൻ ഡ്രൈവ് ജോബ് എങ്ങനെ കിട്ടുക? അത് പുഷ് ബാക്ക് എൻജിൻ, അതായത് പുഷ് ബാക്ക് ഓപ്പറേറ്ററായിട്ട് നമ്മൾ സ്ട്രെയിറ്റ് അവേ കയറ്റത്തൊന്നുമില്ല. നമ്മൾ ആദ്യം എയർപോർട്ടിൽ ഡ്രൈവറായിട്ട് കയറണം. അവിടുന്ന് അവർ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്കത് വെച്ച് ചെയ്യാം. ബാംഗ്ലൂർ എയർപോർട്ടിൽ ഫ്രഷേഴ്സിന് വേക്കൻസി അവൈലബിൾ ആണോ? ഒരുപാട് കേട്ടോ. നമ്മൾ എയർപോർട്ടിൽ ജോലിക്ക് കയറുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എയർലൈൻസിൽ കിട്ടണം എന്നും പറഞ്ഞ് വിചാരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനുള്ള സ്കോപ്പ് വളരെ കുറവാണ്. എയർലൈൻസിൽ എപ്പോഴും റെക്കമെൻഡേഷനാണ് കൂടുതൽ. ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്, റെക്കമെൻഡേഷൻസാണ് കൂടുതലും. പിന്നെ അല്ലാതെ ഉള്ളത് വെച്ച് കയറുന്നത് വളരെ കുറവാണ്. അതൊരു 90:10 നോക്കിയാൽ മതി. 10% അല്ലാത്തൊരു 90% റെക്കമെൻഡേഷനാണ്. ഞാൻ തന്നെ ഒരുപാട് പേരെ റെക്കമെൻഡ് ചെയ്ത് കേട്ടിട്ടുണ്ട് പലയിടത്തായിട്ട്. ചേട്ടാ ദുബായിൽ, അയ്യോ അത് പോയി. ചേട്ടാ ദുബായിൽ ആരെങ്കിലും ഉണ്ടോ? പിന്നെ ദുബായിൽ എൻ്റെ ഫാമിലി ഒരുപാട് പേരുണ്ട്. അല്ല, ഞാൻ എയർപോർട്ടിലുള്ള ആരെങ്കിലും, എന്തിനാ മോനെ, കാര്യം കൂടെ പറഞ്ഞു. എയർപോർട്ടിൽ ഒരുപാട് പേരുണ്ട്, അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഒരുപാട് പേര് എമിറേറ്റ്സിലും ഖത്തറിലും എല്ലാം ഉണ്ട്. അപ്പം എന്താണ് വേണ്ടത്? റെക്കമെൻഡ് ഉണ്ടെങ്കിൽ ജോബ് പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. റെക്കമെൻഡേഷൻ ഒരു 90% റെക്കമെൻഡേഷനാണെന്ന് പറഞ്ഞല്ലോ. അതിൽ ഇപ്പം 10 വേക്കൻസി ഉണ്ടെങ്കിൽ 1000 പേര് റെക്കമെൻഡ് ചെയ്യും. 2000 പേര് അല്ലാതെയും കാണും. നിങ്ങൾ ഇൻഡിഗോയുടെ അല്ലെങ്കിൽ മേജറായിട്ടുള്ള ഏതെങ്കിലും എയർലൈൻ്റെ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്. എൻ്റെ ഫാമിലിയിലുള്ള ഒരുപാട് പേര് ഗ്രൂപ്പിൽ കയറിയിട്ടുണ്ട്, ഇതിൻ്റെ അകത്തൊക്കെ കയറിയിരിക്കുന്നു. ഇത് ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണേ. അപ്പോൾ ഞാൻ പേര് പറയുന്നില്ല, ആരാന്ന് മനസ്സിലായി കാണുമല്ലോ. നൗ ഓൺ ഡ്യൂട്ടി റിയാദ് എയർപോർട്ട്. നൈസ്. ഹായ് നസീർ. മെയിൻ്റനൻസിലാണ് യൂറോപ്പ്. ഞാൻ ASL എക്യുപ്മെൻറ്റ് മെയിൻ്റനൻസിൽ യൂറോപ്യൻ കൺട്രീസിൽ ജോബ് കിട്ടാൻ വല്ല ചാൻസും ഉണ്ട്? ഒരുപാടുണ്ട്, പക്ഷെ നമ്മൾ അവിടെ പോയി നോക്കണം കേട്ടോ. യൂറോപ്പും അതുപോലെ തന്നെ US, കാനഡ, അവിടെ എല്ലാം പോയി നോക്കിയാൽ എക്യുപ്മെൻറ്റ് ഓപ്പറേറ്ററിലെ വേക്കൻസീസ് ഉണ്ട്, ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. പക്ഷേ എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ള ലെറ്റേഴ്സ് കൊണ്ടുപോകണം, അത് മെയിനാണ്. പലർക്കും ഈ കമ്പനിയിൽ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് കൊടുക്കാറില്ല. അത് നോക്കി വേണം. ബേസിലിൻ്റെ അടുത്താണേ. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ അകത്ത് ഒരു കാര്യം, നമ്മൾ എയർപോർട്ടിൽ ഇൻ്റർവ്യൂവിന് പോകുമ്പം ഞാൻ തന്നെ പലയിടത്തും പോയപ്പം ഞാൻ ഒരു പയ്യനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് പേരുടെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. ആ പയ്യൻ ഞാൻ കാണുമ്പോൾ ഏകദേശം 15ാമത്തെയോ 16ാമത്തെ ഇൻ്റർവ്യൂ ഇൻഡിഗോയ്ക്ക് മാത്രം അറ്റൻഡ് ചെയ്ത ആളാണ്. അങ്ങനെ ഞാൻ നമ്പറൊക്കെ മേടിച്ചു. എനിക്ക് തോന്നുന്നു പുള്ളി എൻ്റെ നമ്പർ മേടിച്ചു. നല്ല കോൺടാക്റ്റാണ്. അത് കഴിഞ്ഞ് ഒരു ദിവസം എന്നോട് പറഞ്ഞു, ചേട്ടാ എനിക്കിങ്ങനെ കിട്ടി, ഇൻ്റർവ്യൂ കിട്ടിയെന്ന് പറഞ്ഞത്. ഒരു 6 മാസം കഴിഞ്ഞിട്ടെന്തോ ആണ്, 6-8 മാസം കഴിഞ്ഞിട്ടാണ്. നേവി വഴി കൊമേഴ്ഷ്യൽ എയർലൈനിൽ കയറാൻ ഉള്ള വേ പറയാമോ? നേവി വഴി കയറുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എയർ വിങ്ങിലാണെങ്കിൽ, നേവിക്കും എല്ലാത്തിനും ഒരു എയർ വിങ് ഉണ്ടല്ലോ, അത് മിലിറ്ററിയുടെ എല്ലാത്തിൻ്റെ അകത്തും ഉണ്ട്. എയർഫോഴ്സിൻ്റെ അകത്ത് മേജർ, നേവിക്കും അല്ലാതെ ആർമിക്കും എയർ വിങ് ഉണ്ട്. അപ്പം അതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണിച്ച് കയറാൻ പറ്റും ഉറപ്പായിട്ടും. പക്ഷെ അത് ഈ ഗ്രൗണ്ട് സ്റ്റാഫായിട്ടൊന്നും അല്ല, ടെക്നിക്കൽ ജോബായിരിക്കും കൂടുതലും. നമുക്ക് അങ്ങനെ കയറാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ പേരൊന്നും പറയുന്നില്ല, എങ്കിലും ഞാൻ പറയാം.
ആ പയ്യനാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 16 or 18 ആ ടൈമിലാണ് ഞാൻ കാണുന്നത്. അത്രയും ഇൻ്റർവ്യൂ ഇൻഡിഗോയ്ക്ക് മാത്രം അറ്റൻഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു 6-8 മാസം കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ അവന് തമാശയ്ക്ക് ഇങ്ങനെ ചോദിക്കും എപ്പോഴും, എത്രാമത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞെന്ന്. പുള്ളി പറഞ്ഞു 32 ഇൻ്റർവ്യൂ കഴിഞ്ഞു, 33ാമത്തെ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോഴേ എൻ്റെ ഇന്ന് റെസ്യൂമേ മേടിച്ചിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു പോയോന്ന്, എന്നുവെച്ചാൽ കിട്ടിയില്ലേന്ന് ചോദിച്ചു. അല്ലല്ല എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. HR വിളിച്ചിട്ട് പറഞ്ഞു, ഇനി മേലെ ഇൻ്റർവ്യൂവിന് വന്നേക്കരുത്, ബിക്കോസ് നീ കാരണം നമ്മളൊരു 10-30 പേരെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള സമയം പോവുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ കയറ്റി. അതായത് HR ഇനിയൊന്നും ചോദിക്കാനില്ല, പുള്ളിയുടെ ഡെഡിക്കേഷൻ കാരണമാണ് HR അത് കൊടുത്തത്. നിങ്ങളും അതുകൊണ്ട് കിട്ടുന്ന ആദ്യത്തെ ഇൻ്റർവ്യൂവിന് ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ഇൻ്റർവ്യൂവിന് കിട്ടിയില്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു 10 ഇൻ്റർവ്യൂവിന് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. ഈവൻ ദോ ഇൻഡിഗോ അല്ല, ഏത് എയർലൈൻ ആണെങ്കിലും അല്ലെങ്കിൽ ഏത് കമ്പനി ആണെങ്കിലും പറയും 6 months കഴിഞ്ഞിട്ട് വരാവുള്ളൂ. പക്ഷേ നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്യണം, നിങ്ങൾക്ക് ആ ഒരു വൈബ് കിട്ടണം. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് കുറച്ച് ചിലവൊക്കെ ഉണ്ട്. ചിലപ്പം നാട്ടിൽ നിന്ന് നമ്മൾ അവിടം വരെ പോകുന്നതിൻ്റെ, ബാംഗ്ലൂർ അല്ലെങ്കിൽ ചെന്നൈ പോകുന്നതിൻ്റെ ചിലവുണ്ട്. പക്ഷേ ഓക്കെ, നമ്പർ തരാമോ എന്ന് ചോദിച്ചാൽ എനിക്ക് DM അയച്ചാൽ മതി. ഞാൻ DM അയക്കുന്നവർക്കെല്ലാം ഞാൻ നമ്പർ കൊടുക്കും. ഞാൻ നമ്പർ അല്ലാതെ എൻ്റെ നമ്പർ സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാര്യമേ ഉള്ളൂ. എൻ്റെ പേര് വെച്ച് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം പറഞ്ഞു വന്നത്, നിങ്ങൾ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യണം മാക്സിമം. ടെൻഷൻ ഒരിക്കലും അടിക്കരുത്. ടെൻഷൻ അടിച്ചെന്ന് വെച്ചോ, നമുക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് പോയി കിട്ടിയില്ല, സെക്കൻഡ് ഇൻ്റർവ്യൂവിന് പോയി കിട്ടിയില്ല. അപ്പം ഈ 2 ഇൻ്റർവ്യൂവിനും നിങ്ങൾക്ക് കിട്ടാത്തതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കണം. അത് ചിലപ്പം GD ആയിരിക്കും, ചിലപ്പം ഡയറക്റ്റ് അല്ലെങ്കിൽ പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ സമയത്തായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റിട്ടേൺ ടെസ്റ്റിൻ്റെ സമയത്തായിരിക്കും. പല ടൈപ്പ് ഓഫ് ഇതുണ്ട്. GD ഉണ്ട്, അല്ലാതെ പേഴ്സണൽ ആയിട്ട് ചെയ്യുന്ന ഇൻ്റർവ്യൂ ചെയ്യുന്ന, എന്തായാലും പേഴ്സണലായിട്ടുണ്ട്. പക്ഷേ GDക്ക് മുന്നേ അല്ലെങ്കിൽ മെഡിക്കലിന് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ പോകുന്നവരുണ്ട്. അപ്പം നെക്സ്റ്റ് ടൈം നിങ്ങൾ പോകുമ്പോൾ എപ്പോഴും നിങ്ങളത് റെക്ടിഫൈ ചെയ്തിട്ട് പോവുക. അത് ഓർക്കണം. ഒരിക്കലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. ചിലപ്പോൾ നമുക്ക് 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത്. ഒരിക്കലും ഫ്രസ്ട്രേറ്റഡ് ആവരുത്. നമ്മൾ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളെ കാര്യങ്ങൾ പഠിച്ചിട്ട് പോവുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും കിട്ടത്തില്ല. പിന്നെ എല്ലാവരും ട്രൈ ചെയ്യുന്ന ഒരു ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. കസ്റ്റമർ സർവീസിൽ നമുക്ക് പ്രത്യേകിച്ച് സ്കിൽസ് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അതായത് കസ്റ്റമർ സർവീസിൻ്റെ സ്കിൽസ് ഉള്ള ഒരുപാട് കാൻഡിഡേറ്റ്സിനെ കിട്ടും. പക്ഷേ അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഏതെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ളത്, എക്സ്പെഷ്യലി ഇപ്പോൾ എയർലൈൻസ് എല്ലാം സെലക്ട് ചെയ്യുന്നത് ഫോർ സെക്യൂരിറ്റിയാണ്. BWFSൻ്റെ കോൺടാക്റ്റോ അതാണോ ഉദ്ദേശിക്കുന്നത്? അതോ BWFS ജോലിക്ക് കയറാൻ കോൺടാക്ട് മീ എന്നാണോ ഉദ്ദേശിക്കുന്നത്? എന്താ സുബിൻ എന്താ പറഞ്ഞതെന്ന് മനസ്സിലായില്ല. ഓക്കെ, അപ്പം പറഞ്ഞു വന്ന ഫ്ലോ പോയി, സോറി. എന്താ ഞാൻ പറഞ്ഞു വന്നേ? ഓക്കെ, എയർലൈൻസിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മേജറായിട്ട് ഇപ്പം എല്ലാ എയർലൈൻസും സെലക്ട് ചെയ്യുന്നത് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അതിൻ്റെ അകത്ത് ഒരു എക്സാമ്പിൾ പറയാം. സ്പൈസ് ജെറ്റിൻ്റെ സെക്യൂരിറ്റി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ലേഡീസിന് ബാംഗ്ലൂർ എയർപോർട്ടിൽ ഒന്ന് റെക്കമെൻഡ് ചെയ്യുമോ? ലേഡീസിന് 160 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. പിന്നെ BMI ഒരു 23 ബിലോ ആയിരിക്കണം. അതായത് 20 to 23 ആയിരിക്കണം BMI. അത് സ്പൈസ് ജെറ്റിന് നിർബന്ധമുള്ളൊരു കാര്യമാണ്. അത് ലേഡീസിന്. ആണുങ്ങൾക്കാണെങ്കിൽ 170 പ്ലസ് ആയിരിക്കണം ഹൈറ്റ്, 170 സെൻറ്റിമീറ്റർ പ്ലസ് ആയിരിക്കണം ഹൈറ്റ്. അപ്പം നമുക്ക് അത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ഡിഗ്രി ഉണ്ട്, ബിലോ 27 ആണ്, അൺമാരീഡ് ആണ്, 170 സെൻറ്റിമീറ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി അതിൻ്റെ അകത്തൊരു 80% നമ്മൾ പാസ്സായി കഴിഞ്ഞു. പക്ഷേ പലരുടെക്കും അവിടെ അത്രയും ആയിട്ട് പോലും അവിടെ ചെല്ലുമ്പോൾ ടെൻഷനാണ്. എന്തിനാണ് നിങ്ങൾ ടെൻഷൻ എടുക്കുന്നത്? നിങ്ങൾ ഡയറക്റ്റായിട്ട് പോവുക, കോൺഫിഡൻ്റായിട്ട് സംസാരിക്കുക, യു വിൽ ഗെറ്റ് ഇറ്റ്. എന്തെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്, അതായത് സെക്യൂരിറ്റിക്ക് പോകുമ്പം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് DM ആയിട്ടൊന്ന് മെസ്സേജ് അയക്കുമോ, അല്ലെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ തരാം. എനിക്ക് നമ്പർ തരുന്നതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ തരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. റാമ്പിൽ പണി കിട്ടുമോ? എന്ത് ജോലിയാണ് നോക്കുന്നത്? റാമ്പിലും ഒരുപാട് ജോലീസുണ്ട്. ഒരുപാട് ജോബ്സ് ഉണ്ട്. നിങ്ങൾ അതിൻ്റെ അകത്ത് കുറച്ച് സ്കിൽസ് വേണം. റാമ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങനെ തൂങ്ങിയിരുന്നാലോ അല്ലെങ്കിൽ ഇങ്ങനെ തൂങ്ങി പിടിച്ചിരുന്നാലോ ഒരിക്കലും കിട്ടത്തില്ല. അവിടെ ഫുൾ ആക്റ്റീവായിട്ടിരിക്കേണ്ട സമയമാണ്. അത് അരമണിക്കൂറിൻ്റെ അകത്തൊരു ഫ്ലൈറ്റ് വന്നു പോകും. അപ്പോൾ അതിൻ്റെ അകത്ത് വെച്ച് നമ്മൾ എന്തെല്ലാം ചെയ്യാവോ അതെല്ലാം ചെയ്ത് തീർക്കണം.
അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ആണെങ്കിൽ അത് 1 hour ഉള്ളൂ. 1 hourൻ്റെ അകത്ത് നമ്മളിങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോഴേ ഫ്ലൈറ്റ് പോകും. അത്രയ്ക്ക് സ്പീഡ് ചെയ്തേ പറ്റും. നമുക്കിങ്ങനെ താങ്ങി തൂങ്ങിയൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. ഗ്രൗണ്ട് സ്റ്റാഫ് സ്റ്റാർട്ടിങ് സാലറി എത്രയാണ്? ഈ ഗ്രൗണ്ട് സ്റ്റാഫ് എന്ന് പറയുന്ന ഒരുപാട് ജോലിയുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ കസ്റ്റമർ സർവീസ് ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, ക്യാബിൻ അപ്പറൻസ് ഉണ്ട്, റാമ്പ് ഉണ്ട്, കാർഗോ ഉണ്ട്, പിന്നെന്താ ക്യാബിൻ അപ്പറൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. പലതിനും പല സാലറി ആയിരിക്കും. ഗ്രൗണ്ട് സർവീസ് അല്ലെങ്കിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസ് ഒക്കെ ആണെങ്കിൽ അവർക്കൊരു 15 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ചില കമ്പനികളൊക്കെ 12 കൊടുക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്, എനിക്കറിയത്തില്ല. പല എയർപോർട്ടിലും, കുഞ്ഞ് എയർപോർട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു 12 ഒക്കെയാണെന്ന് തോന്നുന്നു സ്റ്റാർട്ടിങ് കൊടുക്കുന്നത്. പക്ഷേ എയർലൈൻസിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 20, നിയർ ടു 20 നിങ്ങൾക്ക് കിട്ടും. 20 അല്ല, 20-25 കിട്ടും. DGCA എക്സാം എഴുതാതെ തന്നെ പുറത്ത് പോയി ട്രെയിനിങ് ചെയ്യാൻ പറ്റുമോ? എന്തിൻ്റെ? ഗ്രൗണ്ട് സ്റ്റാഫ് നല്ല ഏരിയ ഏതാ? അപ്പോൾ ഗ്രൗണ്ട് സ്റ്റാഫിൽ ഏറ്റവും നല്ലത് കാർഗോയും സെക്യൂരിറ്റിയാണ്, പിന്നെ റാമ്പ്, അത് കഴിഞ്ഞേ കസ്റ്റമർ സർവീസ് വരുന്നുള്ളൂ. ചേട്ടാ എനിക്ക് 168 ഹൈറ്റ്, എനിക്ക് ക്യാബിൻ ക്രൂ അപ്ലൈ ചെയ്യാൻ പറ്റില്ലേ? ആണുങ്ങൾക്ക് പറ്റില്ല, എൻ്റെ അറിവിൽ പറ്റത്തില്ല. ഇല്ലെങ്കിൽ കൊച്ച് റീജിയണൽ എയർക്രാഫ്റ്റ്സ് ഉണ്ട്, നമുക്ക് ഈ ചെറിയ എയർക്രാഫ്റ്റ്സ് ആണ്, അപ്പോൾ അതിലൊക്കെ പറ്റും. എനിത്തിങ് അബൌട്ട് ലോഡ് കൺട്രോളർ ആവാൻ റാമ്പാണ് ചൂസ് ചെയ്യേണ്ടത്. അവിടുന്ന് ട്രെയിനിങ് ഉണ്ടെങ്കിൽ, അതായത് ട്രെയിൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അവർ തന്നെ ട്രെയിനിങ് തരും. റാമ്പിൻ്റെ ട്രെയിനിങ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ റാമ്പിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ തന്നെ ലോഡ് കൺട്രോളർ ട്രെയിനിങ് തരും. യൂഷ്വലി അങ്ങനെയാണ്. പിന്നെ ചിലവർ എന്താ പറയുക, എയറോനോട്ടിക്കലൊക്കെ പഠിച്ചിട്ട് വരുവാണെങ്കിൽ ഡയറക്റ്റായിട്ട് കൊടുക്കും. അത് ആ റിക്വയർമെൻറ്റ് അനുസരിച്ചാണ്, കൂടുതലും എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് കൊടുക്കുന്നത്. എനിത്തിങ് അബൌട്ട് ഫ്ലൈറ്റ് ഡെസ്പാച്ചർ പ്രോഗ്രാം അത് പഠിച്ചാലേ കിട്ടത്തുള്ളൂ കേട്ടോ. അത് മേജറായിട്ട് ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ചെന്നൈ ആണെന്ന് തോന്നുന്നു മെയിൻ. അത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ സ്കോപ്പ് അങ്ങനെ ഒരുപാടൊന്നുമില്ല. കാരണം എയർലൈൻ കമ്പനികൾക്ക് അങ്ങനെ ഒരുപാട് ഫ്ലൈറ്റ് ഡെസ്പാച്ചേഴ്സ് ഒന്നും വേണ്ട. യുവർ സജഷൻ ഇൻ CPL ട്രെയിനിങ് ഇന്ത്യ ഓർ അബ്രോഡ്? ഇന്ത്യയിൽ പഠിച്ചാൽ കോസ്റ്റ് ഇത്തിരി കൂടുതലായിരിക്കും. പക്ഷേ ബാക്കിയുള്ള തിരിച്ച് ഇന്ത്യയിലാണ് ജോലി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇന്ത്യ പഠിക്കുന്നതാണ് നല്ലത്. എബ്രോഡിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാം DGCA എക്സാംസ് ക്ലിയർ ചെയ്യണം. ചേട്ടാ എവിടെയൊക്കെ വർക്ക് ചെയ്തിരുന്നേ? ഞാൻ മേജറായിട്ട് ജെറ്റ് എയർവേസിലായിരുന്നു. ഒരു 12 years ജെറ്റ് എയർവേസിലായിരുന്നു. അതിന് മുന്നേ എയർ ഡെക്കാനിലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോൾ ഇതെൻ്റെ 20th year ആണ് ഇൻ ഏവിയേഷൻ എന്ന് പറഞ്ഞാലും പല സെക്ടേഴ്സ് ഉണ്ട്. ട്രാവൽ ഇൻഡസ്ട്രിയിൽ, അല്ലെങ്കിൽ ഏവിയേഷൻ ആൻഡ് ട്രാവൽ രണ്ടും കൂടെ ചേർത്ത് 20 years ആയി. എൻ്റെ ചോദ്യം മാത്രം നോക്കിയില്ല, ATC ആവാൻ എന്താ വഴി? ATC ആവാനോ ATCയിൽ ജോലി കിട്ടാനോ? ATCയിൽ ജോലി കിട്ടാനാണെങ്കിൽ നിങ്ങൾ ആദ്യം ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിരിക്കണം. മേ യു എക്സ്പ്ലെയിൻ യുവർ സെൽഫ്? അത് ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, എൻ്റെ പേര് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല. എൻ്റെ പേര് ശരിക്കും ജെറിൽ ജോർജ് തോമസ് എന്നാണ്. ഞാൻ പുനലൂരാണ് വീട്. ട്രിവാൻഡ്രത്ത് സെറ്റിൽഡായി, പക്ഷേ ഇപ്പോൾ കോഴിക്കോടാണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇൻ്റർഗ്ലോബിലാണ്. ഇൻ്റർഗ്ലോബിൻ്റെ ടെക്നോളജി ഡിവിഷനിലാണ്. ഇൻ്റർഗ്ലോബിൻ്റെ ഏവിയേഷനാണ് ഇൻഡിഗോ. നീ എന്താ അറിയണ്ടേ? ജോലി കിട്ടാൻ, ATCയിൽ ജോലി കിട്ടാനല്ലേ? ATCയിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിരിക്കണം. എൻജിനീയറിംഗ് ആണോ സർ? മോസ്റ്റ്ലി എൻജിനീയറിംഗ് അല്ല, ഫിസിക്സ് പഠിച്ചിരിക്കണം. ഫിസിക്സും മാത്സും പഠിച്ചിരിക്കണം. അതിൻ്റെ ഡിഗ്രി ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ടെസ്റ്റ് എഴുതി പാസ്സാവണം. ATC ജോലി കിട്ടാൻ വേണ്ടിയിട്ട് എയർപോർട്ട് അതോറിറ്റിയുടെ ടെസ്റ്റ് എഴുതണം. മേജർലി എൻജിനീയറിംഗ് അല്ല, ഡിഗ്രി മതി. ഫിസിക്സ് മാത്സ് മസ്റ്റാണ്. പഠിച്ചു കഴിഞ്ഞ ഒരു 6 മാസമായിട്ടും ജോലി കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിൻ്റെ അകത്ത്? ഇപ്പം ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? AF കാറ്റിൻ്റെ ഏജ്, AF കാറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല, എത്രയാണെന്ന് അറിയുമോ സർ? ഫൈസിൻ്റെ അടുത്താണ്.
AF കാറ്റിൻ്റെ ഏജ് ലിമിറ്റ് എത്രയാണെന്ന് അറിയുമോ സർ? അത് മനസ്സിലായില്ല. AF കാറ്റ് എന്തോ? എയർഫോഴ്സിന് മോസ്റ്റ്ലി 21 വരെയാണ്. അപ്പം അത് എയർഫോഴ്സിൻ്റെ ഇതിൽ തന്നെ നോക്കിയാലേ അറിയത്തുള്ളൂ. നമ്മൾ ആക്ച്വലി കൊമേഴ്ഷ്യൽ ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനോട് എയർഫോഴ്സ് അല്ലെങ്കിൽ മിലിറ്ററിക്കകത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് പറഞ്ഞുതരാൻ അറിയത്തില്ല. പൈലറ്റ് വേക്കൻസി ഇൻ ഇന്ത്യ, പൈലറ്റ് വേക്കൻസി ഇന്ത്യയിൽ ഒരുപാടുണ്ട്. പക്ഷേ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെ കിട്ടുന്നില്ല. അത് പഠിച്ചവർ മാത്രമല്ല ക്വാളിഫൈ എന്ന് പറയുന്നത്, ഫുള്ളുണ്ട്. മെഡിക്കലുണ്ട്, DGCA ക്ലിയർ ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കസ്റ്റമർ സർവീസ് ജോബ് കിട്ടാൻ ഡിഗ്രി മസ്റ്റാണോ? എയർലൈനിൽ മസ്റ്റാണ്. പൈസ എനിക്ക് ഇപ്പം മനസ്സിലായി. എയർഫോഴ്സ് കാറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി. പക്ഷേ അത് നമ്മുടെ ഡിവിഷൻ അല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് കറക്റ്റ് എനിക്കറിയത്തില്ല. അമൽ സിബി 24, വാട്ട് ഇസ് ദാറ്റ്? സ്വന്തം പ്രായമാണോ അതോ വേറെ എന്തെങ്കിലും ചോദിച്ചാണോ? സൈക്കോ ട്രാവലർ. ചോദ്യങ്ങൾ കഴിഞ്ഞോ? ഓക്കെ, അതിന് മറുപടി പറഞ്ഞാണോ? എയർഫോഴ്സ് ഓക്കെ. ഫ്ലൈയിങ് ബാച്ച് ഏജ് 24, ഗ്രൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് 26. ഓക്കെ, ഞാൻ ഡെസ്പാച്ചറിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഡെസ്പാച്ചർ ആക്ച്വലി ഒരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ വേണം. ഡെസ്പാച്ചറിൻ്റെ കോഴ്സ് പഠിച്ചിരിക്കണം. പിന്നെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല, പക്ഷേ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. നിങ്ങളുടെ ലൈഫ് സെക്യൂറാണ്. കാർഗോ ഓഫീസർ പോസ്റ്റ് നല്ലതാണ്. കാർഗോ ഓഫീസർ പോസ്റ്റ് നല്ലതാണോ എന്ന് വെച്ചാൽ ഇനിഷ്യലി ഒക്കെ ഇത്തിരി പാടായിരിക്കും, പക്ഷേ അത് കഴിഞ്ഞാൽ കുറച്ച് നല്ലതാണ്. കാർഗോ വേക്കൻസീസ് ഒരുപാടുണ്ട്. നിങ്ങൾ ഖത്തറിൻ്റെയും എമിറേറ്റ്സിൻ്റെ ഒക്കെ വേക്കൻസി ലിസ്റ്റിലെടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജോബ് പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാർഗോയ്ക്കൊക്കെ നല്ല സ്കോപ്പുള്ള കാര്യമാണ്. പക്ഷേ നല്ല എക്സ്പീരിയൻസ് വേണം നിങ്ങൾക്ക്. പലർക്കും ഈ എയർപോർട്ടിൽ ജോലി എന്ന് പറഞ്ഞാൽ ആകെ അറിയാവുന്നത് കസ്റ്റമർ സർവീസും എന്താ പറയുക റാമ്പും മാത്രമാണ്. പക്ഷേ അത്രയല്ല, ഡിപ്പാർട്ട്മെൻറ്റ് ഒരുപാടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കസ്റ്റമർ സർവീസുണ്ട്. കസ്റ്റമർ സർവീസിൻ്റെ തന്നെയാണ് ബോർഡിംഗ് ഗേറ്റ് ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രാൻസിറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് അവർ തന്നെയാണ്. കസ്റ്റമർ സർവീസ് തന്നെയാണ് ബാഗേജ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം എയർപോർട്ടിൻ്റെ അകത്ത് തന്നെ 3 ഡിപ്പാർട്ട്മെൻറ്റ് അല്ല 3 സെക്ഷനുണ്ട്. അതുപോലെ റാമ്പിൽ തന്നെ റാം കൺട്രോളർ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റേ വേറെയാണ്. ലോഡ് കൺട്രോളിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റേ വേറെയാണ്. റാം സ്റ്റാഫ് എന്ന് പറയുന്നത് വേറെയാണ്. കാർഗോ വേറെയാണ്. ക്യാബിൻ അപ്പറൻസ് വേറെയാണ്. അപ്പം ഇതനുസരിച്ച് നമ്മൾ പല ഓപ്ഷൻസ് നമുക്കുണ്ട്. ഒരിക്കലും 1-2 ജോലി മാത്രം നോക്കിയിട്ട് അത് വിട്ടു പോകരുത്. നിങ്ങൾ എല്ലാ ജോലിക്കും അപ്ലൈ ചെയ്യണം. കിട്ടുന്നതിൻ്റെ അകത്ത് കയറണം. കയറി കഴിഞ്ഞിട്ട്, ഞാൻ എപ്പോഴും പറയും, എയർപോർട്ടിൻ്റെ അകത്തൊരു ചായക്കടയാണെങ്കിലും ശരി, അവിടെ കയറുക. കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു 1-2 വർഷത്തിൻ്റെ അകത്ത് വെച്ച് നിങ്ങൾക്ക് ഏതാണ് നല്ലതെന്ന് നോക്കിയിട്ട് അതിലേക്ക് മാറുക. 1-2 ഇപ്പം ഒരു ടീ സ്റ്റോളിലും ടീ ഷോപ്പിലൊക്കെ കയറി അല്ലെങ്കിൽ റിസപ്ഷനിൽ കയറി കഴിഞ്ഞാൽ ഒരിക്കലും 1 വർഷമൊന്നും നിൽക്കണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടുന്നിടം വരെ നിങ്ങൾ എയർപോർട്ടിൻ്റെ അകത്ത് നിൽക്കണം. എയർപോർട്ടിൻ്റെ മണം എപ്പോഴും ഫീൽ വരണം. അല്ല നമ്മൾ ഒരിക്കലും വേറെ വെളിയിൽ നിന്നിട്ട് കാര്യമില്ല. ടിയാസി എന്ന് പറഞ്ഞാൽ ടേൺ അറൗണ്ട് കോർഡിനേറ്ററാണ്. അത് റാം സ്റ്റാഫ് എന്ന് പറയുന്ന സംഭവം തന്നെയാണ്. ടിയാസി ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പീരിയൻസ് വേണം. അതല്ലാന്നുണ്ടെങ്കിൽ ആദ്യം കിട്ടത്തില്ല. നമ്മളൊരു ബേസിക് റാം സ്റ്റാഫായിട്ട് ആദ്യം കയറണം. എന്നുവെച്ചാൽ ഫ്ലൈറ്റ് ഹാൻഡിൽ ചെയ്ത് പഠിക്കണം. പൈലറ്റ് സാലറി ഇൻ ഇന്ത്യ, മോനെ സാലറി എന്ന് പറഞ്ഞാൽ പൈലറ്റ് എന്ന് പറഞ്ഞാൽ എയർ ക്രൂ, പൈലറ്റ് എന്ന് പറഞ്ഞാൽ എയർ ക്രൂ എന്നല്ല, പൈലറ്റ് ക്യാബിൻ ക്രൂ, അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ സാലറി പ്ലസ് അവരുടെ ഫ്ലൈയിങ് അലവൻസ് ആയിരിക്കും. അപ്പോൾ സാലറി മാത്രമായിട്ട് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ അങ്ങനെ അധികം ഒന്നും കാണത്തില്ല. ഇപ്പോൾ ഒരു ക്യാബിൻ ക്രൂവിൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ 25,000 ഒക്കെ ആയിരിക്കും സാലറി. പക്ഷേ ഫ്ലൈയിങ് അലവൻസ് വെച്ച് അവർക്ക് ഒരു ഡൊമസ്റ്റിക് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നവർക്ക് നിയർലി ഒരു 60 to 70 കിട്ടും. ഇൻ്റർനാഷണലൊക്കെ ഹാൻഡിൽ ചെയ്യുന്നവർക്ക് ഒരു 1 lakh above കിട്ടും ക്യാബിൻ ക്രൂവിന്. പൈലറ്റിനും അതുപോലെ തന്നെയാണ്. അവരുടെ എക്സ്പീരിയൻസ് വെച്ച് അവർ നെഗോഷിയേറ്റ് ചെയ്ത് കയറണം. എയർപോർട്ട് സേഫ്റ്റി ഓപ്പറേഷനെ കുറിച്ച് പറയാമോ? എയർ സൈഡ് ഓപ്പറേഷൻ
സേഫ്റ്റി നല്ലതാണ്. ഡയറക്റ്റായിട്ട് കയറാൻ വേണ്ടിയിട്ട് അറിയാവുന്ന ആളായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഡയറക്റ്റായിട്ട് കയറാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോഴ്സ് പഠിച്ചിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് വെച്ച് അതിലേക്ക് മാറിയെടുക്കാൻ പറ്റും. ഞാൻ ഇൻ്റേണൽ ഓഡിറ്റർ കോഴ്സ് പഠിച്ചതാണ്, IATA ഞാൻ സിംഗപ്പൂരിൽ പോയി പഠിച്ചതാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. സേഫ്റ്റി ആയാലും ശരി, ക്വാളിറ്റി ആയാലും ശരി, നല്ല ഓപ്ഷനാണ്. അപ്പോൾ ഫ്ലൈറ്റ് മാനേജർ പോസ്റ്റ് വർക്ക് എന്താ വരുന്നത്? ഫ്ലൈറ്റ് മാനേജർ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഫ്ലൈറ്റ് ഹാൻഡിൽ ചെയ്ത് പഠിക്കണം. അതൊരു എക്സിക്യൂട്ടീവായിട്ട് തുടങ്ങണം. എന്നിട്ട് വേണം അവിടുന്ന് ഡ്യൂട്ടി ഓഫീസറായി, ഡ്യൂട്ടി മാനേജറായി, മാനേജർ ആവാൻ വേണ്ടിയിട്ട്. എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ വേക്കൻസി എന്നാണോ ചോദിക്കുന്നത്? വേക്കൻസി ആണെങ്കിൽ ഉണ്ട്, പക്ഷേ ഇതെല്ലാം എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ചൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലും അങ്ങനത്തെ ടെക്നീഷ്യൻ കോഴ്സ്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഒരു ഹാങ്കറിൽ വർക്ക് ചെയ്തവരെയാണ് കൂടുതൽ ഈ വേക്കൻസിയിലേക്ക് ചൂസ് ചെയ്യുന്നത്. എൻജിനീയറിങ് ജോബ് ഏതിൻ്റെ? എയർപോർട്ട് റിലേറ്റഡ് ആയിട്ട് കൂടുതലും AME അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് എൻജിനീയറിങ് പഠിച്ചിറങ്ങിയവർക്കേ ഉള്ളൂ. സ്കാർ മാർക്സ് എയർപോർട്ടിൻ്റെ ജോബിനെ അഫക്റ്റ് ചെയ്യുമോ? വലുതായിട്ടൊന്നുമില്ല. കസ്റ്റമർ സർവീസിലാണെങ്കിൽ കുറച്ചൊക്കെ അഫക്റ്റ് ചെയ്യും, ബാക്കിയുള്ളിടത്തൊന്നും അഫക്റ്റ് ചെയ്യത്തില്ല. ബാഗേജ് ഹാൻഡ്ലിംഗ് ആണെങ്കിലും ഇല്ല, റാമ്പ് ആണെങ്കിലും ഇല്ല. പിന്നെ പേടിപ്പിക്കുന്നതിലൊന്നും ആവരുതെന്നുള്ളതേ ഉള്ളൂ. അത് മാത്രമേ നമ്മൾ നോക്കത്തുള്ളൂ. കാരണം ഒരു പാസഞ്ചറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പാസഞ്ചറിനൊരു ഇൻകൺവീനിയൻസ് വരരുത്, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചെന്നൈ എയർപോർട്ട് വർക്ക് എൻവയോൺമെൻറ്റ് എങ്ങനെയാണ്? എയർപോർട്ടിലെ വർക്ക് എൻവയോൺമെൻറ്റ് ഒരിക്കലും നല്ല സുഖമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. പക്ഷേ ഇഫ് യു ക്യാൻ എൻജോയ്, യു വിൽ എൻജോയ് ഇറ്റ്. പിന്നെ നൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് വേണം എയർപോർട്ടിൽ ജോലിക്ക് വരാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഡേ മാത്രമുള്ള ജോലി എയർപോർട്ടിൽ അങ്ങനെ ഇല്ല. കഴിഞ്ഞോ? ചില സമയത്ത് ക്വസ്റ്റ്യൻസ് ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്പീഡിൽ സംസാരിക്കുന്നത്. അല്ലെ തന്നെ ഇത്തിരി സ്പീഡ് കൂടുതലാണ്. ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാം കേട്ടോ. ഹായ് 2674 മാലു. എക്സ്പീരിയൻസ് കിട്ടാൻ ജോബ് കിട്ടണ്ടേ? ഉറപ്പായിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എയർപോർട്ടിൽ ആദ്യം എന്തെങ്കിലും ഒരു ജോലിക്ക് കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടുന്ന് ആ പെർട്ടിക്കുലർ കമ്പനിയിലുള്ള ആരെങ്കിലുമൊക്കെ പരിചയപ്പെടുക, അവരെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിക്കുക, കയറുക. ജോബ് കിട്ടുമോ? ജോബ് ഉറപ്പായിട്ടും കിട്ടും. അതിനുവേണ്ടി ട്രൈ ചെയ്യണം. ബ്രോ UAE അപേക്ഷിച്ചെങ്കിലും ചെന്നൈ ഒന്നുമല്ല. ഉറപ്പായിട്ടും അത് എപ്പോഴും അങ്ങനെയാണ്. നമ്മളിപ്പം കൊച്ചി വെച്ച് ട്രിവാൻഡ്രം കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, ട്രിവാൻഡ്രം വെച്ച് ചെന്നൈ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, ചെന്നൈ വെച്ച് ബോംബെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. IATA എയർ കാർഗോ കോഴ്സ് കംപ്ലീറ്റഡ് ആയി, എന്നിട്ട് എന്ത് ചെയ്തു? അതാണ് എൻ്റെ ചോദ്യം. അതും കൂടെ പറയണം കേട്ടോ. ഇഫ് യു ഡോണ്ട് മൈൻഡ് പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ നമ്പർ തരാം, എനിക്ക് ഇത് ചെയ്താൽ മതി. സെറീന ഈപ്പൻ ഹായ്. നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ആഫ്റ്റർ IATA എയർ കാർഗോ. അത് ഞാനല്ല പറയണ്ട, നിങ്ങൾ പറ. നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പറ. പൈലറ്റ് ട്രെയിനിങ് USA ഓർ ഇന്ത്യ? USA-യിലൊന്നും പോകണ്ട, ഒരുപാട് അല്ലാത്തതുണ്ട്. യൂറോപ്യൻ കൺട്രീസിൽ ഒരുപാടുണ്ട്, ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ ഒരുപാടുണ്ട്. അവിടെയൊക്കെ പഠിച്ച് എവിടെ പഠിച്ചാലും ഇന്ത്യയിലാണ് ജോലി ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ DGCAയുടെ പേപ്പേഴ്സ് ക്ലിയർ ചെയ്യണം. എയർ കാർഗോ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ ഇരുന്നാൽ ജോലി വരത്തില്ല കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്യണം. ആദ്യം കാർഗോ ആണെങ്കിൽ നല്ലപോലെ ട്രൈ ചെയ്തെങ്കിലേ കിട്ടൂ. നല്ലപോലെ ട്രൈ എന്ന് പറഞ്ഞാൽ നല്ല പുഷ് വേണം കയറാൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ എയർ കാർഗോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഏജൻസിയിൽ അധികം കയറുക. ഏജൻസി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയർലൈൻ സ്റ്റാഫിനെ പരിചയപ്പെടാൻ പറ്റും. അങ്ങനെ ആ കെയർ ഓഫിൽ നിങ്ങൾക്ക് മൂവ് ചെയ്യാം. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് അങ്ങനെ ഗെയിൻ ചെയ്യാം. ആദ്യം ഒന്നും സാലറി ഒന്നും നോക്കുകയോ വേണ്ട. നിങ്ങൾ ട്രെയിനി ആയിട്ട് കയറുക. 6 months എങ്കിലും ട്രെയിനിങ് എടുക്കുക. ആ സമയത്ത് പരിചയപ്പെടുക. ഒരു കമ്പനിയിലും കയറിയിട്ട് ആ കമ്പനിയെ തേച്ചിറക്കിയിട്ട് അല്ലെങ്കിൽ നമ്മൾ തേച്ചൊട്ടിച്ചിട്ട് അടുത്ത കമ്പനിയിൽ പോകാൻ നോക്കാതെ
നമ്മളല്ലാതെ ട്രൈ ചെയ്ത് നല്ലൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എയർലൈൻസിലേക്ക് അവർ തന്നെ ചൂസ് ചെയ്യും. നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആരായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പൈലറ്റ് ജോബ് സ്കോപ്പ് ഉണ്ടോയെന്നോ? ഒരുപാട് വേക്കൻസി പൈലറ്റ്സിനെ കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ എല്ലാം ഈ കേഡറ്റ് പൈലറ്റ് പ്രോഗ്രാമാണ്. എയർലൈൻസ് തന്നെ ട്രെയിൻ ചെയ്ത് അവരെ അങ്ങ് എടുക്കുവാണ്. പൈസ എയർലൈൻസിന് കൊടുക്കണം, പക്ഷേ നമുക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. CPL എടുത്ത് വന്നാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന്, CPL എവിടെ എടുത്ത് വന്നാലാ? വെളിയിലാണെങ്കിൽ ഇവിടുത്തെ DGCയുടെ പേപ്പർ ക്ലിയർ ചെയ്യണം. ഈ CPL എടുത്ത് വന്നാൽ അല്ലെങ്കിൽ എയറോനോട്ടിക്കൽ പഠിച്ചാൽ ഒരിക്കലും വിചാരിക്കരുത് എഞ്ചിനീയറായിട്ട് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പൈലറ്റായിട്ട് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ എന്ന്. DGCയിലൊക്കെ ഒരുപാട് വേക്കൻസീസ് ഉണ്ട് കേട്ടോ. സേഫ്റ്റി കയറാൻ പറ്റും. വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ സേഫ്റ്റി ക്വാളിറ്റിയിലൊക്കെ കയറാൻ പറ്റും. പ്രീതി ഇത് ഏവിയേഷൻ റിലേറ്റഡ് ആണ്. നമ്മുടെ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏവിയേഷൻ റിലേറ്റഡ് ആണേ. ഒരുപാട് പേര് കയറുന്നുണ്ട്. നിനക്കൊരു ജോബ് വാങ്ങിത്തരാമെന്നോ അല്ലെങ്കിൽ എനിക്കൊരു ജോബ് വാങ്ങിത്തരാമെന്നോ? ജോബ് വാങ്ങിത്തരുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിങ്ങളും കൂടെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാം, നോക്കാം. ഒരിക്കലും വിചാരിക്കരുത് ഞാൻ റെക്കമെൻഡ് ചെയ്താൽ ഉടനെ അങ്ങ് എടുത്തുകൊണ്ട് പോകുമെന്ന്. 1000 പേര് റെക്കമെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് 10 വേക്കൻസി ആയിരിക്കും. അപ്പം നിങ്ങളും കൂടെ പെർഫോം ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങളെ അവർ ചൂസ് ചെയ്യുന്നത്. എബ്രോഡ് പോയി ഇന്ത്യയിലേക്ക് വന്നാൽ പൈലറ്റിൻ്റെ കാര്യമല്ലേ, ഞാൻ പറഞ്ഞല്ലോ, DGCയുടെ പേപ്പർ ക്ലിയർ ചെയ്യാതെ ഇന്ത്യയിൽ ഒരു ജോലിയും കിട്ടത്തില്ല പൈലറ്റിന്. അതിൻ്റെ കൂടെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്രോസസ്സുണ്ട്. പ്രോസസ്സ് മൊത്തം പറയുന്നില്ല, അത് എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് ഫീൽഡാണ്. ഹൗ ടു അപ്ലൈ ഗവൺമെൻറ് ജോബ്സ് ഇൻ ഏവിയേഷൻ. അവരിത് ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ അകത്ത് കയറി അപ്ലൈ ചെയ്യാനേ പറ്റൂ. ഗവൺമെൻറ് ജോബ് അല്ല, ആക്ച്വലി എയർപോർട്ട് അതോറിറ്റിക്ക് ഒരുപാട് വേക്കൻസീസ് ഉണ്ട്, നമുക്ക് അങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റും. പൈലറ്റ് ജോബ് വാങ്ങിച്ചു തരുമെന്ന് എൻ്റെ മോനെ, അതൊന്നും ചുമ്മാ ഇങ്ങനെ ചില്ലറ കൊടുത്താൽ കിട്ടുന്ന സാധനമൊന്നുമല്ല. ചില്ലറ കൊടുത്ത് വാങ്ങിക്കുന്നവരുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ ആ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ചെയ്ത് നമ്മൾ മെഡിക്കലിയും ഫിറ്റ് ആണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യണമെങ്കിൽ ഇത്രയും വേണം: മെഡിക്കലിയും ക്ലിയർ ആയിരിക്കണം, പേപ്പേഴ്സും ക്ലിയർ ആയിരിക്കണം. ഇന്ത്യയിൽ വിച്ച് ഓൾ എയർലൈൻസ് കേഡറ്റ് പ്രോഗ്രാംസ്? സ്പൈസിനുണ്ട്, ഇൻഡിഗോയ്ക്കുണ്ട്, എയർ ഇന്ത്യയ്ക്കുണ്ട്, ആകാശ തുടങ്ങിയോ എന്തോ തുടങ്ങുന്നതെന്നൊക്കെ പറയുന്നത് കേട്ടോ. തുടങ്ങിയില്ലെന്ന് എനിക്കറിയില്ല. യൂസഫ് എന്താ സേഫ്റ്റി ആണോ, എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ടെക്നിക്കലാണോ? ഒരുപാട് പേരിങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഉണ്ടായിരുന്ന കുറേ പേര് പോയിക്കൊണ്ടിരിക്കുന്നു. ബ്രോ, എൻ്റെ ഇപ്പോഴത്തെ റോൾ എന്താണ്? ഓക്കെ, ഞാൻ ഇൻ്റർഗ്ലോബ് ടെക്നോളജിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇൻ്റർഗ്ലോബ് എന്നാണ് കമ്പനിയുടെ പേര്, ITQ എന്നാണ് മൊത്തത്തിൽ പറയുന്നത്, ഇൻ്റർഗ്ലോബ് ടെക്നോളജി ക്വഷ്യൻറ്റ്. ഞാനിവിടെ മാനേജറാണ്, കാലിക്കറ്റ് റീജിയനാണ്. കാലിക്കറ്റ് റീജിയൻ്റെ അകത്ത് കാലിക്കറ്റ് റീജിയനിൽ എനിക്ക് മലപ്പുറം തൊട്ട് കാസർഗോഡ് വരെ ഉണ്ട്, 5 ജില്ലയുണ്ട്. നിങ്ങളാരെങ്കിലുമൊക്കെ കോഴിക്കോട് വരാണെങ്കിൽ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ മെസ്സേജ് അയക്കും, ഞാൻ നമ്പർ തരാം, നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, യൂസഫ്. ഓക്കെ, റാമ്പ് ഓപ്പറേഷൻസ് എക്യുപ്മെൻറ്റ് ഓപ്പറേറ്റ്. ഓക്കെ ബ്രോ, എനിക്ക് എബ്രോഡ് 2 year എക്സ്പീരിയൻസ് ഉണ്ട് എയർ കാർഗോയിൽ ആസ് കാർഗോ ഏജൻറ്റ്. എങ്ങനെ അത് വെച്ച് ഇവിടെ ജോബ് കിട്ടുക? എമിറേറ്റ്സ് സ്കൈ കാർഗോയ്ക്ക് വേണ്ടിയാണ് ജോബ് ചെയ്തത്, തേർഡ് പാർട്ടി കമ്പനി വഴി. മേജർലി ഇപ്പം കാർഗോ ഹാൻഡ്ലിങ് എയർലൈൻ അല്ലാതെ ചെയ്യുന്നത് ഗ്രൗണ്ട് ഹാൻഡ്ലിങ് കമ്പനീസാണ്. നിങ്ങളിപ്പം ഏത് സ്ഥലത്താണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം BWFS ഉണ്ട്, സെലിബിയ ഉണ്ട്, എയർ ഇന്ത്യ സാറ്റ്സ് ഉണ്ട്, പിന്നെ ഏതാ ഉള്ളത്, ഇൻഡോതായി ഉണ്ട്, ഒരുപാട് കമ്പനീസ് ഉണ്ട്. അപ്പം അതിലൊക്കെ പോയി ട്രൈ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഈ എക്സ്പീരിയൻസ് വെച്ച് എന്തായാലും കയറാൻ പറ്റുമായിരിക്കും. പൈലറ്റ് ട്രെയിനിങ്ങിൻ്റെ കാര്യം ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. പൈലറ്റ് ട്രെയിനിങ് നിങ്ങൾക്ക് വെളിയിലും എടുക്കാം, ഇന്ത്യയിലും എടുക്കാം.
ഇന്ത്യയിലാണെങ്കിൽ ഇത്തിരി റേറ്റ് കൂടുതലായിരിക്കും, പക്ഷേ പേപ്പേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ തന്നെ ക്ലിയർ ചെയ്യാം, എളുപ്പമാണ്. പൈസ ഇത്തിരി കൂടുതലായിരിക്കും, പക്ഷേ എളുപ്പം അതാണ്. നിങ്ങൾ വെളിയിലാണെങ്കിൽ പൈസ കുറവായിരിക്കും, പക്ഷേ ഇവിടെ വന്ന് നിങ്ങൾ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ചെയ്യണം. ഓൾ ടുഗദർ നിങ്ങളുടെ ചിലവ് എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ പോയാലും പൈസ സെയിം ആയിരിക്കും. നമ്മൾ അവിടെ ട്രെയിനിങ്ങിൻ്റെ മാത്രം ഫീസാണ് നോക്കുന്നത്, പക്ഷേ നമുക്ക് അവിടുത്തെ ബാക്കിയുള്ള ചിലവുകളും ട്രാവലിങ്ങും എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇവിടുത്തെ പൈസ തന്നെ ആവും. എല്ലാവരും ഹായ് പറയുന്നുണ്ട്. ഇപ്പോൾ വന്നവർക്കെല്ലാം ഒന്നും കൂടെ ഹായ്. യു ക്യാൻ ട്രൈ ഇൻ നിത്യാദ് എയർപോർട്ട് അതോറിറ്റി. ബ്രോ, ഐ ആം ഫ്രഷർ. ഇപ്പോൾ അയാട്ട കോഴ്സ് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി നിൽക്കുവാണ്. എയർപോർട്ട് ഓപ്പറേഷൻ വിച്ച് ഈസ് ദ ജോബ് ഓഫർ ഫോർ മീ. നിങ്ങൾക്ക് ജോലി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ജോലി ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞെങ്കിൽ എൻ്റെ DMIക്ക് ഞാൻ നമ്പർ തരാം. എനിക്ക് വാട്സപ്പിൽ നിങ്ങളുടെ റെസ്യൂമെ ഒന്ന് അയച്ചാൽ ലെറ്റ് മീ സി കേട്ടോ. ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്നേ പറയുന്നുള്ളൂ, ഞാൻ ഒരിക്കലും വാഗ്ദാനങ്ങളൊന്നും തരുമല്ല. നിങ്ങൾ നല്ലതായിട്ട് പെർഫോം ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് എന്തായാലും റെസ്യൂമെ അയക്ക്, ഞാൻ എന്നിട്ട് അയച്ചു കൊടുക്കാം. എന്നിട്ട് അവരായിരിക്കും വിളിക്കുന്നത്. അപ്പം അവർ നോക്കിയിട്ട് വിളിച്ചോളൂ. BBA ഏവിയേഷൻ 3 year ആയി. ഇത് കഴിഞ്ഞ് ഡയറക്റ്റ് ATCയിൽ കയറാൻ പറ്റുമോ? ATCക്ക് കിട്ടാൻ വേണ്ടിയിട്ട് BBA ഏവിയേഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. BBA ഏവിയേഷൻ എന്ന് പറയുന്നത് തന്നെ ഇപ്പം ഒരു ഉടായിപ്പാണ്, സത്യം പറഞ്ഞാൽ അതാണ്. പ്രത്യേകിച്ച് ഈ മെയിൻ യൂണിവേഴ്സിറ്റിയുടെ അല്ലാത്തതുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഏവിയേഷൻ BBA ഏവിയേഷൻ പഠിക്കാനായിട്ട് 14,000-20,000 രൂപയുടെ കോഴ്സാണ്. അത് നിങ്ങളിൽ പലരും 3 ലക്ഷം, 5 ലക്ഷം, 8 ലക്ഷം വരെ കൊടുത്ത് പഠിച്ചവരുണ്ട്. ഞാൻ ഒരിക്കലും കൊടുത്തത് തെറ്റാന്ന് പറയുന്നില്ല, പക്ഷെ നിങ്ങൾ എന്ത് പഠിച്ചു എന്നുള്ളതാണ്. അത് പഠിച്ചിട്ടൊരു ജോലിയൊന്നും നോക്കണ്ട, അതിൻ്റെ അകത്തൊന്നും പ്രത്യേകിച്ചൊരു കാര്യവും പറയുന്നില്ല. അപ്പോൾ ഞാൻ ഓപ്പണായിട്ട് പറയാം, ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറ്റം പറയുമൊന്നുമല്ല, പക്ഷേ അവർ ബാക്കി എന്ത് പഠിപ്പിച്ചു എന്നുള്ളതാണ് മെയിൻ. BBA ഏവിയേഷൻ പഠിച്ചെന്ന് പറഞ്ഞ് ATCയിൽ ജോലി കിട്ടത്തില്ല. ഞാൻ പറഞ്ഞില്ല, ATCയിൽ ജോലി കിട്ടാൻ മെയിനായിട്ട് വേണ്ടത് ഫിസിക്സ്, മാത്സ്, ജോഗ്രഫിയൊക്കെ അറിഞ്ഞിരിക്കണമെന്നുണ്ട്. നിങ്ങൾ ഇതുവരെ അത് BBA ഏവിയേഷൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി അത് പഠിക്കുന്നത് ഞാൻ എപ്പോഴും റെസ്ട്രിക്റ്റ് ചെയ്യും. അതുകൊണ്ട് BBA ഏവിയേഷൻ പഠിക്കുകയൊന്നും വേണ്ട. നമ്മൾ ഒരു 6 months കോഴ്സോ 3 months കോഴ്സോ ഏവിയേഷൻ പഠിച്ചാൽ മതി. ഏവിയേഷൻ ആക്ച്വലി പഠിക്കണമെന്ന് പോലും നിർബന്ധമില്ല എയർലൈൻസിന്. നിങ്ങൾക്ക് പക്ഷേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. മെയിനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എയർപോർട്ട് കോഡ്സ്, എയർലൈൻ കോഡ് എന്ന് വെച്ചാൽ ആ എയർലൈനെ കുറിച്ചും എയർപോർട്ടിനെ കുറിച്ചും അറിഞ്ഞിരിക്കുക. ബാക്കിയുള്ളതൊക്കെ അവർ പഠിപ്പിച്ചോളൂ. 10 വർഷത്തിൽ ഇന്ത്യ ഗ്ലോബലി 3rd biggest ഏവിയേഷൻ ഹബ് ആവാൻ സാധ്യതയുണ്ട്. ഉറപ്പായിട്ടുമുണ്ട്. ഇപ്പോൾ ഇൻഡിഗോ തന്നെ എത്ര എയർക്രാഫ്റ്റ്സ് ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇനി വന്ന് ആളുകളൊക്കെ ട്രെയിൻ അങ്ങ് നിർത്തും. അതായത് ലോങ് പോകാൻ വേണ്ടിയിട്ട്. ഷോർട്ടിനൊക്കെ അതേ ഉള്ളൂ മാർഗം. ലോങ് പോകാൻ വേണ്ടിയിട്ട് പണ്ട് ട്രിവാൻഡ്രത്തു നിന്ന് ഡൽഹിക്ക് പോകാൻ വേണ്ടി 3 ദിവസമായിരുന്നു. ഇപ്പോൾ അത് 4 മണിക്കൂർ കൊണ്ട് ചെല്ലുമല്ലോ, അല്ലെങ്കിൽ 3.5 മണിക്കൂർ കൊണ്ട് ചെല്ലുമല്ലോ. അപ്പം അങ്ങനെ വരുമ്പം ലാഭം നോക്കുമല്ല, സമയമാണ് ഇപ്പോൾ എല്ലാവരുടെയും ലാഭം നോക്കുന്നത്. രാവിലെ ഡൽഹിക്ക് പോയിട്ട് വൈകിട്ട് ഡൽഹിയിൽ നിന്ന് തിരിച്ചു വരുന്നവരുണ്ട് പണിയും കഴിഞ്ഞിട്ട്. ക്രേസി നൊബാഡ് എന്ത് പഠിച്ചിട്ടുണ്ട്? ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരുപാട് കഴിഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് വരുന്നത്. അപ്പോൾ എന്തിൻ്റെ ബാലൻസ് ആണെന്ന് എനിക്ക് അറിയാൻ മേല. പൈലറ്റ് വേക്കൻസി കൗണ്ട് ഇൻ ഇന്ത്യ. അയ്യോ, അങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്താനൊന്നും പറ്റത്തൊന്നുമില്ല. അതിങ്ങനെ വന്നും പോയിരിക്കുന്ന സാധനമാണ്. പൈലറ്റിൻ്റെ ഇത് പഠിക്കുമ്പോഴത്തേന്, അതായത് പൈലറ്റ് ലൈസൻസ് എടുക്കാൻ വേണ്ടി പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു മെയിൻ കാര്യമാണേ. നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച ഏത് രാജ്യമാണെന്നുള്ളത് മെയിൻ കാര്യമാണ്. അപ്പോൾ അതൊക്കെ അന്വേഷിച്ച്, ഞാനൊരിക്കലും അത് ഇന്ന പെർട്ടിക്കുലർ ഇതിൽ പോകണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. റെക്കമെൻഡ് ചെയ്യുന്നത്, അതായത് സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന 2 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഒന്ന് രാജീവ് ഗാന്ധി, അത് ട്രിവാൻഡ്രത്താണ്. ഒന്ന് തെലുങ്കാനയിൽ ഹൈദരാബാദിലുള്ളൊരു ഇതുണ്ട്, അവരുടെ ഗവൺമെൻറ്റിൻ്റെ തെലുങ്കാന ഏവിയേഷൻ അക്കാഡമിയാണെന്ന് തോന്നുന്നു. അപ്പം TAA, അപ്പം അവിടെ ആണെങ്കിലും നല്ലതാണ്. BBA എയർപോർട്ട് മാനേജ്മെൻറ്റ്. ഈ ഏത് യൂണിവേഴ്സിറ്റിയാണ് പഠിച്ചത്? BBA ഏവിയേഷനും BBA എയർപോർട്ട് മാനേജ്മെൻറ്റും ഒക്കെ ഏത് യൂണിവേഴ്സിറ്റിയാണ് പഠിച്ചത്?
ചോദ്യം ചോദിക്കുന്നവർ മാത്രം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേർക്ക് ചോദിക്കാനുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും ഇങ്ങനെ എനിക്ക് ഹായ് കാണിച്ചുകൊണ്ടിരിക്കുക. അജീഷ്, ലക്ഷ്മി, ഹാഷം, എല്ലാവർക്കും ഹായ്. കോട്ട ഷഫീഖാണ്. ഷഫീഖ് എന്നാ പേരെന്ന് മനസ്സിലായി, അപ്പുറത്ത് എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. കോട്ടയാണോ കൊട്ടയാണോ? ആരൻ ജോർജ് ഹായ്. നിങ്ങൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒന്ന് ഒഴിവാക്കി ആൻസർ പറയുമോ? നിങ്ങൾ എന്തുകൊണ്ടാണ് ആൻസർ പറയാത്തേ? ഞാൻ തന്നെ ക്വസ്റ്റ്യനും ആൻസറും കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ PSC എക്സാം എഴുതുന്ന, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, PSC എക്സാം എഴുതുന്ന പോലെയാണ്. നമ്മൾ ചോദ്യം ചോദിക്കും, അറിയാൻ ആഗ്രഹമുള്ളവർ കണ്ടുപിടിച്ചാൽ മതി. ഇങ്ങോട്ട് പറയണമെന്നൊന്നുമില്ല, നിങ്ങളുടെ മനസ്സിലത് കിടന്നാൽ മതി. അടുത്ത പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് എന്തെങ്കിലും ആണെങ്കിൽ അതിൻ്റെ ആൻസർ അന്നേരം നിങ്ങൾക്ക് ഓർമ്മ വരും. ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ BBAയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഏകദേശം കോഴ്സ് ഫീ 20 ആണ്. പക്ഷേ നിങ്ങളെ പഠിപ്പിക്കുന്നതിൻ്റെ പൈസയുണ്ട്, അതെന്തായാലും ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ കളക്ട് ചെയ്യും. അപ്പം നോക്കിയും കണ്ടും ജോയിൻ ചെയ്യുക. നല്ല യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണെങ്കിലും കുഴപ്പമില്ല. അതിന് മുന്നേ പഠിച്ചവർ എല്ലാവരും ജോലിക്ക് കയറുമെന്നൊന്നും നോക്കണ്ട, അവർ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടണം, അത് മാത്രമാണ് മെയിനായിട്ട്. യൂസഫ് എൻ്റെ അടുത്താണോ റാം കൺട്രോളർ എന്ന് പറഞ്ഞാൽ, അതോ വേറെ ആരെങ്കിലും ചോദിച്ചതിൻ്റെ മറുപടിയാണോ? യൂസഫിന് എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? പൈലറ്റ് ആവാനുള്ള പ്രൊസീജിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയാമോ? ഞാൻ പൈലറ്റ് അല്ല, എങ്കിലും ഞാൻ പറയാം. നിങ്ങൾ പൈലറ്റ് ആവുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം. നിങ്ങൾ പഠിച്ചിട്ടെല്ലാം ഇത്രയും ലക്ഷങ്ങൾ മുടക്കി പഠിച്ചിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞ് നിങ്ങൾ മെഡിക്കലി അൺഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കൊടുത്ത പൈസ മൊത്തം പോകും കേട്ടോ. ഓക്കെ, 1.5 years. നാട്ടിൽ എവിടെയാണ് യൂസഫ്? ഇവിടെ നാട്ടിൽ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്തത് ആദ്യം? റാം കൺട്രോളിനെ കുറിച്ച് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുമോ? യൂസഫ് തന്നെ ഇത് ചോദിക്കണം. ഞാൻ കാസർഗോഡ്. ഓക്കെ, നാട്ടിൽ എവിടെയാണ് വർക്ക് ചെയ്തതെന്നാണ് ചോദിച്ചത്. റാം കൺട്രോളറായിട്ട് ഡയറക്റ്റ് അവിടെ കിട്ടിയതാണോ? അത് ഒരിക്കലും ചാൻസ് ഇല്ലെന്നല്ല, വളരെ ചാൻസ് കുറവുള്ള കാര്യമാണ്. എക്സ്പീരിയൻസ് ഇല്ലാതെ എബ്രോഡ് റാം കൺട്രോളറായിട്ട് ജോലി കിട്ടുക എന്നുള്ളത്. എനിക്ക് ഹായ് കാണിക്കുന്നവർക്കെല്ലാം ഹായ് കേട്ടോ. ഞാൻ ഒരുപാട് ഹായ് കാണിച്ചു. നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാം. എനിക്ക് വേണ്ടിയല്ല, ഇവിടെ ഉള്ളവർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാനാണ്. ഈ റാം കൺട്രോളർ എന്ന് പറയുന്നത് ഇത്തിരി എന്താ പറയുന്ന ഒരു ലെവൽ അപ്പ് ജോലിയാണ്. നമ്മൾ യൂഷ്വലി ഒരു റാം സ്റ്റാഫ് എന്നുള്ളത് തന്നെ നോക്കിയാൽ മതി. റാം സ്റ്റാഫിന് ബേസിക്കായിട്ട് +2 മതി. പക്ഷേ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുന്നത് ഒരു ഗ്രേസ് മാർക്ക് എക്സ്ട്രാ കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, റാം സ്റ്റാഫായിട്ട് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അറിയേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും നല്ല സുഖമുള്ള ജോലിയാണെന്ന് വിചാരിക്കരുത്. പക്ഷേ നിങ്ങൾക്ക് വളരെ കുറച്ച് സമയം ജോലിയുള്ളൂ. അതായത് ഒരു ദിവസം കൂടിപ്പോയാൽ ഒരു 3 ഫ്ലൈറ്റ് 4 ഫ്ലൈറ്റൊക്കെയാണ് യൂഷ്വലി വരുന്നത്. അത് നല്ല പണിയുള്ള ദിവസമാണെങ്കിൽ 8 ഫ്ലൈറ്റ് വരെ വരും. 8 ഫ്ലൈറ്റ് ഒന്നും വരത്തില്ല. യൂഷ്വലി 4 ഫ്ലൈറ്റാണ് ഒരാൾക്ക് ഒരു റാം സ്റ്റാഫിന് വരുന്നത്. അപ്പം വെരി നൈസ്. ഞാൻ ഇത്തിഹാദ് എയർപോർട്ട് സർവീസിൽ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ജോയിൻ ആയതാണ്. ഓക്കെ, നൈസ്. അതൊക്കെ ഭാഗ്യമാണ് കേട്ടോ. അതൊക്കെ ദൈവം വളരെ കുറച്ച് പേർക്ക് അങ്ങനത്തെ കഴിവൊക്കെ കൊടുക്കത്തുള്ളൂ. കഴിവല്ല, അങ്ങനത്തെ ചാൻസസ് ഒക്കെ അല്ലെങ്കിൽ ലക്കൊക്കെ കൊടുക്കത്തുള്ളൂ. എന്തായാലും ബാക്കിയുള്ളവർക്കും കൂടി ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ. നൈസ്. അപ്പം റാമ്പിൽ നിങ്ങൾ കൂടിപ്പോയാൽ 8 മണിക്കൂറിൽ നിങ്ങളൊരു 4 ഫ്ലൈറ്റ് കൂട്ടിയാൽ മതി. ആ 4 ഫ്ലൈറ്റിന് 4 മണിക്കൂറും ജോലിയുണ്ട്. അതിൻ്റെ മുന്നിലും പിന്നിലും, അതായത് ഒരു ഫ്ലൈറ്റ് പോയി കഴിഞ്ഞിട്ട് കുറച്ച് പോസിബിൾ ഫ്ലൈറ്റും ഉണ്ട്, അടുത്ത ഫ്ലൈറ്റ് ആണെങ്കിൽ അതിൻ്റെ പ്രീ ഫ്ലൈറ്റ് വർക്കും ഉണ്ട്. അതൊക്കെ നോക്കിയും കണ്ടും ചെയ്യുക.
അതിൻ്റെ അകത്ത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ടൈം, അല്ലെങ്കിൽ നമ്മൾ പ്രിസിഷൻ ടൈം എന്ന് പറയും. ആ പ്രിസിഷൻ ടൈമിൻ്റെ അകത്ത് ഓരോ പെർട്ടിക്കുലർ ഡോർ ഓപ്പൺ ചെയ്യാൻ, അതായത് ഒരു ഫ്ലൈറ്റ് വന്നാൽ ചോക്സ് വെക്കുന്ന എത്ര മണിക്കാണെങ്കിൽ അവിടെ നിന്നുള്ള 5-ാമത്തെ മിനിറ്റ്, 3-ാമത്തെ മിനിറ്റ്, 4-ാമത്തെ മിനിറ്റിൽ എന്ത് ചെയ്യണം, ആ 4-ാമത്തെ മിനിറ്റ് കഴിഞ്ഞുള്ള 5-ാമത്തെ മിനിറ്റിൽ എന്ത് ചെയ്യണം, ഫ്ലൈറ്റിൽ നിന്ന് ലാസ്റ്റ് പാസഞ്ചർ ഇറങ്ങി കഴിഞ്ഞാൽ എത്ര സമയത്തിൻ്റെ അകത്ത് വെച്ച് ഫസ്റ്റ് പാസഞ്ചർ ഇന്നാവണം, അല്ലെങ്കിൽ ഒരു ക്യാബിൻ ക്രൂ പോയി, അല്ലെങ്കിൽ അവരുടെ ക്ലിയറൻസ് എപ്പോൾ കിട്ടി, എഞ്ചിനീയറിൻ്റെ ക്ലിയറൻസ് എപ്പോൾ കിട്ടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. അതിൻ്റെ അകത്ത് ലോഡ് ചെയ്യുന്നത് TRC എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ ജോബാണ്, ടേൺ അറൗണ്ട് കോർഡിനേറ്റർ എന്ന് പറയുന്നത്. അപ്പം അതെങ്ങനെയാണെന്നുള്ളത് നോക്കണം നിങ്ങൾ. ഏകദേശം 1 മണിക്കൂറായി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ ഇതിനെക്കുറിച്ച്, അതായത് ഓരോ പെർട്ടിക്കുലർ ജോബിനെക്കുറിച്ച് ഒരു ക്ലാസ് ആയിട്ട് എടുത്താൽ കൊള്ളാമെന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം പോസിബിൾ ആവുമെന്ന് അറിയത്തില്ല. എന്തായാലും താല്പര്യമുള്ളവർ എനിക്കൊന്ന് DM ആയിട്ട് അയക്ക്. ഞാൻ നമ്പർ തരാം. എനിക്ക് നമ്പർ തരുന്നതിന് കുഴപ്പമൊന്നുമില്ല. രാത്രിയിലൊന്നും വിളിച്ച് ചലഞ്ച് ചെയ്യാതിരുന്നാൽ മതി. അത്യാവശ്യത്തിന് വിളിക്കാം കേട്ടോ, രാത്രി ആയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ജോലി കിട്ടുമെന്ന് ചോദിച്ചൊന്നും രാത്രിയിൽ വിളിക്കരുത്. കുറഞ്ഞ് കിടക്കുമ്പം ജോലി കിട്ടുമെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാനാ? ആർക്കെങ്കിലും എനി ക്വസ്റ്റ്യൻസ്? നമ്മൾ 11 മണിക്ക് തുടങ്ങിയതാണ്, 11:52. ക്ലാസിക് മീഡിയ. പൈലറ്റ് DGCAക്ക് എക്സാം സിമ്പിളാണോ? നല്ല ചോദ്യം. എഴുതുന്നതിൽ വളരെ കുറച്ച് പേര് മാത്രമേ പാസ്സാവത്തുള്ളൂ. അത്ര ടഫ് ആക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്തിരി സ്ട്രിക്റ്റാണ്, അല്ലാതെ ലിബറൽ അല്ല. പൈലറ്റിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് അല്ല. നല്ല ജോലിയാണ്. പക്ഷേ അതുപോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. ശരത് മുഹമ്മദ് ഫഹദ് വൈശാഖ്. വൈശാഖ് നമ്മുടെ വൈശാഖാ? ഞാനിവിടെ UAE ഒരു ഷോർട്ട് പീരീഡിൽ ചെയ്യാൻ പറ്റിയ ഡെസ്പാച്ചർ കോഴ്സ് പോസിബിളാണോ? ഞാനിവിടെ UAE ഷോർട്ട് പീരീഡിൽ ചെയ്യാൻ പറ്റിയ ഡെസ്പാച്ചർ കോഴ്സ് പോസിബിളാണ്. ഡെസ്പാച്ചർ കോഴ്സ് പോസിബിളാണ്. അത് IITയുടെ ഒക്കെ ചെയ്താൽ മതി. IITയുടെ ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം 5 ദിവസം കണ്ടേ ഉള്ളൂ. പക്ഷെ പൈസ നല്ലതായിട്ടാണ് കേട്ടോ. 5 ദിവസത്തേക്ക് നല്ല പൈസയാവും. IITയുടെ പോയി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. റിക്വയർമെൻറ്റ്, ഓരോ കമ്പനിയുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി. നമ്മൾ ചുമ്മാ ഈ കോഴ്സ് എല്ലാം കൂടെ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. എനിക്കും ഇങ്ങനെ ഉണ്ടായിരുന്നു. കുറേ നാൾ എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേന് എന്താ പറയുക, IITയുടെ കുറച്ച് നല്ല കോഴ്സസ് പോയി പഠിക്കാമെന്ന് ഓർത്തു. അങ്ങനെ ഞാൻ IIT സിംഗപ്പൂരിൽ പോയി പഠിച്ചു. സിംഗപ്പൂരിൽ പോയി ഏവിയേഷൻ ഇൻറ്റേർണൽ ഓഡിറ്ററിൻ്റെ കോഴ്സ് പഠിച്ചു. അത് കഴിഞ്ഞ് സ്റ്റേഷൻ മാനേജ്മെൻറ്റ് പഠിച്ചു. പക്ഷേ പഠിച്ചെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേന് കോവിഡായി. ഞാൻ പിന്നെ ആ കമ്പനി വിട്ടു. ജെറ്റിലായിരുന്നു ആ സമയത്ത്. പിന്നെ തിരിച്ചു വന്നിട്ട് ഞാൻ എന്താ പറയുക, കമ്പനിയെ മാറി. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് ഈ കോഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ കോഴ്സിൻ്റെ ഒരു ആവശ്യമില്ല. ഹായ് എപ്പിക് പാഷൻ. എനിക്ക് പലരുടെയും പേരറിയാം, എങ്കിലും ഞാൻ ആ പേര് പറയാത്തതെന്ന് പറഞ്ഞാൽ പേഴ്സണലി അറിയാവുന്നവരാണ് കേട്ടോ. അബി, ഗുഡ് മോർണിംഗ്. ചോദിക്കൂ. ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ എല്ലാവരോടും ഒന്നും കൂടെ പറയാണ്. അതിന് മുന്നേ പറഞ്ഞു, എനിക്ക് പേഴ്സണലായിട്ട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ
ഞാൻ മെയിലില്ല, പേഴ്സണലായിട്ട് DM-ൽ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ തരാം. ഞാൻ എന്തായാലും ഇവിടെ പറയുന്നില്ല, ഞാൻ നമ്പർ തരാം. എനിക്ക് നമ്പറിൻ്റെ പ്രശ്നമൊന്നുമില്ല. ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ, അതായത് ഏവിയേഷനൊക്കെ പഠിച്ച് ഏവിയേഷൻ കുറച്ച് പാഷനായിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ, ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് റെസ്യൂമേ അയച്ചു തരാം. എന്നെക്കൊണ്ട് ചെയ്യാവുന്ന ഹെൽപ്പ് ഞാൻ ചെയ്തു തരാം. ഒരിക്കലും എന്താ പറയുക, അതൊരു വാഗ്ദാനമായിട്ടൊന്നും കരുതണ്ട. അലീഷ ഹായ്. പൂവള്ളി ലിന്ദുചൂടൻ ആരാന്നറിയത്തില്ല, എന്നാലും ഒരു ഹായ്. പേരൊക്കെ കിടിലമാണ്. അജോ അമ്മു, എല്ലാവരും ഇങ്ങനെ ഹായ് കാണിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? പൈലറ്റ് ഫ്ലൈയിങ് സിമ്പിളാണോ? നല്ല ചോദ്യമാണ്. ആദ്യം ഒരു ഫ്ലൈറ്റ് സ്റ്റിമുലേറ്റർ എടുത്തേച്ചൊന്ന് ഓടിച്ചു നോക്ക്, അപ്പോൾ മനസ്സിലാവും. നമ്മുടെ കയ്യിൽ മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിലൊന്ന് ഓടിച്ചു നോക്ക്. അതിനെക്കാട്ടും എത്രയോ ഇരട്ടിയാണ് മറ്റേത് ഓടിക്കുമ്പം, ഫ്ലൈറ്റ് ഓടിക്കുമ്പം. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇതൊന്നും ഏവിയേഷനെ കുറിച്ച് അത്ര നല്ല ധാരണയില്ല. അത് ശരിയാണ്. ഈ ഏവിയേഷൻ പഠിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ, ഞാൻ ഏവിയേഷൻ പഠിച്ച എങ്ങനെയാണെന്ന് പറയാം. അതാണല്ലോ ആദ്യത്തെ കാര്യം. ഞാൻ ഡിഗ്രി കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. പിന്നെ നല്ലപോലെ പഠിച്ചത് കാരണം ഒരുപാട് അരിയേഴ്സ് വന്നു. അരിയേഴ്സ് കുറച്ചൊന്നുമല്ല, ഏതാണ്ട് 3 വർഷം കഴിഞ്ഞപ്പോഴത്തേന് ഏതാണ്ട് ഒരു 21 അരിയർ ഉണ്ടായിരുന്നു. അപ്പം പരീക്ഷ ലാസ്റ്റ്, അതായത് ഡിഗ്രി ലാസ്റ്റ് ഇയർ ആയപ്പോഴത്തേന് എനിക്ക് ഏകദേശം ഒരു 10-30 പേപ്പർ എഴുതണമായിരുന്നു. എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകിട്ട് വരെ. രാവിലത്തെ പരീക്ഷ എഴുതും, ഉച്ചക്കത്തെ പരീക്ഷ എഴുതും. അങ്ങനെ 2-3 ആഴ്ച ഞാൻ അങ്ങനെയായിരുന്നു. അപ്പോൾ ഏകദേശം ഉറപ്പായി നമുക്ക് ഡിഗ്രിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ആ സമയത്ത് കിട്ടത്തില്ല എന്നുള്ളത്. അപ്പോൾ നാട്ടുകാരുടെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം നമ്മുടെ മനോരമ ന്യൂസ് പേപ്പറിൽ കാണിച്ചു, അയാട്ട പഠിച്ച ഇപ്പോൾ എയർപോർട്ടിൽ കിട്ടുമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, വീട്ടുകാരെ ഒന്ന് നിർബന്ധിച്ചു. അങ്ങനെ പോയി അയാട്ട ഫൗണ്ടേഷൻ ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറഞ്ഞ കോഴ്സ് പഠിച്ചു. വിത്ത് ഗലീലിയോ സേവർ, അന്ന് സേവറല്ല, അന്ന് അമേഡിയസ് അബാക്കസാണ്, സേവറില്ല. അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് പഠിച്ചു, അവിയൽ പോലെ. പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല എന്ന്. പിന്നെ ഒരാൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഒരാൾ എന്നെ റെക്കമെൻഡ് ചെയ്താണ് ഞാൻ എയർപോർട്ടിലേക്ക് വരുന്നത്. ഇത് ഞാൻ പറയുന്നത് ഒരു 20 years ബാക്കിലത്തെ കഥയാണ്. പിന്നെ ആ സമയത്ത്, ആ എയർപോർട്ടിൽ കിട്ടുന്ന സമയത്ത്, ഏട്ട കഴിയുന്ന സമയത്ത് എനിക്ക് ഡിഗ്രി കിട്ടി. എന്തോ ഭാഗ്യം, ദൈവം കാത്തു, അങ്ങനെ ഡിഗ്രി കിട്ടി. അങ്ങനെയാണ് ഞാൻ ഏവിയേഷനിലേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. ഞാൻ അതിൽ തന്നെ പോകണം എന്ന് വിചാരിച്ച് ഇരുന്ന ആളാണ്. പക്ഷേ ഏവിയേഷനിലേക്ക് വന്നു. ഏവിയേഷൻ വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയത് പിന്നെ ഞാൻ ഏവിയേഷൻ വിട്ടിട്ടില്ല. ഞാൻ പഠിക്കാവുന്ന എല്ലാം പഠിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും, ഞാൻ കസ്റ്റമർ സർവീസ്, ടിക്കറ്റിങ്, പിന്നെന്താ കാർഗോ പോയിട്ടുണ്ട്, ക്യാബിൻ അപ്പറൻസ് പോയിട്ടുണ്ട്, സെക്യൂരിറ്റിയിൽ സ്ക്രീനർ വരെ ആയിരുന്നു. പിന്നെ ക്വാളിറ്റി ഞാൻ പഠിച്ചിട്ടുണ്ട്, സേഫ്റ്റി ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇനി ഗ്രൗണ്ടിൽ പഠിക്കാൻ, അതായത് ഗ്രൗണ്ട് സ്റ്റാഫ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് പഠിക്കാൻ അങ്ങനെ അധികമൊന്നുമില്ല. കാർഗോ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കോഴ്സസ് ഉണ്ട്. അങ്ങനെ ബാക്കിയെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, ഇൻട്രസ്റ്റഡ് ആയിട്ട് പലരും ഈ ഏവിയേഷനിലേക്ക് വരുന്നത് ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞാലും ഗതികേട് കൊണ്ട് വരുന്ന, വേറെ കോഴ്സൊന്നും പഠിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അപ്പോൾ സാധിച്ചില്ല. അതുകൊണ്ട്, അതായത് നമ്മൾ ആശിച്ചത് MBBS ആണ്, പക്ഷേ അപ്ലൈ ചെയ്തത് നഴ്സിംഗ് ആണ്, കിട്ടിയത് മറ്റേ അറ്റൻഡർ ജോലിയാണെന്ന് പറയുന്നത് പോലെ നമ്മളെല്ലാവരും കറങ്ങി തിരിഞ്ഞ് വരുന്നൊരു സംഭവമാണ്. പക്ഷേ നമുക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റൻഡറായിട്ട് കയറിയിട്ട് അവിടുന്ന് MBBS പഠിച്ച് എടുക്കണം. അതാണ് എല്ലാവരും ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ അവസ്ഥ വെച്ച് പറയുകയാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ വന്നപ്പോഴേ മറ്റേ മാനേജറായിട്ട് വന്നതൊന്നുമല്ല. ഇയേഴ്സ് എക്സ്പീരിയൻസ് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു നോളജ് കൊണ്ട് വന്നതാണ് ഇതിലേക്ക്. അതുകൊണ്ട് എല്ലാവരും പഠിച്ചു തുടങ്ങുമ്പോൾ ഏതാണെന്നൊന്നും അറിയത്തില്ലായിരിക്കും. പക്ഷെ പഠിച്ച് കഴിഞ്ഞിട്ടും ഏതാണെന്ന് അറിയാൻ മേലാത്ത ഒരുപാട് പേരെ ഞാൻ കാണാറുണ്ട്. നാട്ടിലെവിടെയാണ്? നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പുനലൂർ ബേസ്ഡാണ്, പക്ഷേ ട്രിവാൻഡ്രം സെറ്റിൽഡാണ്. 19 years ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 3 മാസമായിട്ട് ഞാൻ കാലിക്കറ്റാണ്. കാലിക്കറ്റ് സിറ്റിയിൽ തന്നെ, മാവൂർ റോഡിലാണ് ഓഫീസ്. ഒരുപാട് പേര് ഇപ്പോഴും ഹായ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഹായ് കേട്ടോ. ഹായ് അല്ല എനിക്ക് വേണ്ടത്, ക്വസ്റ്റ്യൻസ് ചോദിക്കുമോ?
ക്വസ്റ്റ്യൻസ് ചോദിക്കൂ. മൈ ഡ്രീം ജോബ് പൈലറ്റ് ബട്ട് ഫണ്ട് പ്രോബ്ലം. ഡ്രീം ജോബ് പൈലറ്റ് ആണെങ്കിൽ അത് ഫണ്ടില്ല എന്നുണ്ടെങ്കിൽ എയർഫോഴ്സ് തന്നെയാണ് ബെസ്റ്റ്. ആദ്യം ജോലി ചെയ്ത എയർലൈൻ കമ്പനി എയർ ഡെക്കാൻ ആയിരുന്നു. എയർ ഡെക്കാൻ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. നമ്മുടെ സുരാരെ പോട്ടർ സിനിമയില്ലേ, അതിൻ്റെ അകത്തെ കഥ എയർ ഡെക്കാൻ്റെ ആണ് ഏകദേശം. പക്ഷേ അത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി, അത്രയേ ഉള്ളൂ. അവിടുന്ന് ഡെക്കാനിൽ നിന്ന് ഞാൻ ജെറ്റിലോട്ട് പോയി. ജെറ്റിലായിരുന്നു മേജർ. ഒരു 12 ഇയേഴ്സും ജെറ്റിലായിരുന്നു. ജെറ്റിലിരുന്നപ്പം തന്നെ ഒരുവിധം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഞാൻ മാറി. എല്ലാ 2 വർഷം കൂടുമ്പോഴും ഡിപ്പാർട്ട്മെൻറ്റ് ചേഞ്ച് ചെയ്യും. എന്നാലേ നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇപ്പോഴും എല്ലാവരും ഹായ് കാണിച്ചുകൊണ്ടിരിക്കുക. ഹായ് ബ്രോ, അയാട്ട എയർപോർട്ട് ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയി. അത് ബേസ് ചെയ്ത് വേറെ കോഴ്സ്. അയ്യോ, ഇനി ഒന്നും പഠിക്കണ്ട, ആദ്യം ജോലി അന്വേഷിക്കുക. ഡിഗ്രി ഉണ്ടോ? ഷെഫിൻ്റെ അടുത്താണ്, ഷെഫിൻ ഷാനി. ദയവേത് ഇനിയും വേറെ ഒന്നും പോയി പഠിക്കല്ലേ. നിങ്ങളിങ്ങനെ പൈസ കൊടുത്ത് പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ജോലിക്ക് കയറാൻ പറ്റത്തില്ല. എനിക്ക് റെസ്യൂമേ എന്ന് അയച്ചാൽ ഈ എയർപോർട്ട് ഓപ്പറേഷനും എയർപോർട്ട് മാനേജ്മെൻറ്റും ഒക്കെ കഴിഞ്ഞവർ എനിക്ക് റെസ്യൂമേ എന്ന് അയച്ചാൽ നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്ത് ചെയ്യണമെന്ന്. ഡിഗ്രി ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക, സെക്കൻഡ് ഇയർ ആയി. റെസ്യൂമേ അയച്ചോ, കുഴപ്പമില്ല, നമുക്ക് നോക്കാം. സ്ട്രെയിറ്റ് അവേ ഡിഗ്രി ഇല്ലയെന്നുണ്ടെങ്കിൽ എയർലൈനിലൊന്നും കിട്ടത്തില്ല. പക്ഷേ എന്തെങ്കിലും ഒരു ജോലിക്ക് കയറ്റാൻ നോക്കാം. ആദ്യം എയർപോർട്ടിൽ എന്തെങ്കിലും ഒരു ജോലിക്ക് കയറ്. അത് കഴിഞ്ഞിട്ട് എത്ര മനുഷ്യജീവനം കൊണ്ടാണ് ഫ്ലൈറ്റ് പറക്കുന്നതല്ലേ. അത് ശരിക്കും പഠിച്ചില്ലേ അവസ്ഥ. ശരിക്കും KSRTCയുടെ കാര്യം അതുപോലെ തന്നെ. ഞാനൊരു വീഡിയോ ഇട്ടപ്പം ഒരുപാട് പേര് വന്ന് പൊങ്കാല പിന്നെ നമുക്കൊരു കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. സമയത്തിന് ജോലി ചെയ്യാത്തത് കാരണം, അല്ലെങ്കിൽ സമയത്തിന് ജോലി ചെയ്താൽ ഈ ഫ്ലൈറ്റ് ഡിലേ ആവത്തില്ല എന്നുള്ളത്. ഈ സമയത്തിന് ജോലി ചെയ്യുന്നെങ്കിൽ, അതായത് ജോലി ചെയ്ത് ആ ഒരു പ്രശ്നം കണ്ടുപിടിച്ചിട്ട് അത് റെക്ടിഫൈ ചെയ്യുവാണെങ്കിൽ മാത്രമേ ഫ്ലൈറ്റ് ഡിലേ ആവത്തുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതൊന്നും കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫ്ലൈറ്റ് ഡിലേ ആവത്തില്ല. നമുക്കങ്ങ് വിട്ടാൽ മതിയല്ലോ. ശരി ചലേക, ഫ്ലൈറ്റ് പൊക്കി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിഞ്ഞു. പക്ഷേ ഇത് ഫ്ലൈറ്റ് ചെല്ലുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഖത്തർ എയർവേസിൽ ജോബ് കിട്ടാൻ എക്സ്പീരിയൻസ് വേണം ഉറപ്പായിട്ട്. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ ഖത്തർ എയർവേസ് മേജറായിട്ടുള്ള എല്ലാ എയർലൈനിലും എക്സ്പീരിയൻസ് അവർ നോക്കും. ബ്രോ DM മെസ്സേജ് അയച്ചിട്ടുണ്ട്, റെസ്യൂമേ അയക്കാൻ ഫോൺ നമ്പർ തരുമോ? ഞാൻ തരാം. ഞാൻ ഇത് കഴിയുമ്പോഴത്തേന് തരാം. ഒരുപാട് മെസ്സേജ് വന്നു, DM ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. അപ്പം ഒരുമിച്ച് ഞാൻ അയച്ചുതരാം. ലൈവിൽ എപ്പോഴും 17 വരെ അല്ലെങ്കിൽ 20 വരെയാണ് മാക്സിമം പോയിരിക്കുന്നത്. പക്ഷേ DM തന്നെ എനിക്ക് ഏതാണ്ടൊരു 30-35 വന്നു. അസ്ലം ഹായ്, ആഷിഫ് ഹായ്. പ്രീതിയുടെ ചോദ്യം കേട്ടിട്ട് യൂസഫ് മറുപടി പറഞ്ഞാ, പേടിക്കണ്ട. ഹംഗ്രി സോൾ, വിശപ്പിൻ്റെ വിളിയുള്ള ആളാണോ? ആഷിഫ്, വിജി. അയ്യോ, എല്ലാവരും ഇങ്ങനെ ഹായ് കാണിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ. ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചോദിച്ചോ, അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞുതരാം. ഇന്ത്യ എയർലൈൻസ്, അതെന്താ ഉദ്ദേശിക്കുന്നത്? പുഷ് ബാക്ക് ഓപ്പറേറ്റർ, എയർപോർട്ട് മാർഷലർ ആകാൻ എന്താണ് വഴി? ഏതാണ് കോഴ്സ്? എവിടെ ചെയ്യാം? പുഷ് ബാക്ക് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ കോഴ്സ് ഒന്നുമില്ല. അത് ജോലിക്ക് കയറി കഴിഞ്ഞിട്ട്, ഡ്രൈവറായിട്ട് ജോലിക്ക് കയറിയിട്ട് അവിടെ ഇരുന്ന് അവർ പഠിപ്പിക്കുക. അങ്ങനെയാണ് അതിൻ്റെ അകത്തേക്ക് വരുന്നത്. എയർപോർട്ട് മാർഷൽ ആവാൻ വേണ്ടിയിട്ട് കോഴ്സസ് ഉണ്ട്. പക്ഷേ അത് പഠിച്ചെന്നും പറഞ്ഞൊന്നും ഡയറക്റ്റ് കിട്ടത്തില്ല. ഇതെല്ലാം റാമ്പ് സ്റ്റാഫിൻ്റെ, അതായത് റാമ്പിൻ്റെ പല വേർഷൻസാണ്. റാമ്പിൽ എക്യുപ്മെൻറ്റ് ഓപ്പറേറ്ററാണ് ആദ്യം ചെയ്യേണ്ടത്. ടൂറിസം ഗ്രാജുവേറ്റഡ് ആയി CSA ജോബ് കിട്ടില്ലേ? ഈ ടൂറിസം ഗ്രാജുവേറ്റഡ് ആണെങ്കിൽ എന്തിനാണ് CSA ജോബ് മാത്രം നോക്കുന്നത്? എത്ര ജോബുണ്ട്, ഒരുപാട് ജോബുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കസ്റ്റമർ സർവീസ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ മേജർ അത് പെണ്ണുങ്ങൾക്ക് പോകുന്നൊരു കാര്യമാണ്. അത് ആണുങ്ങൾ വളരെ ചുരുക്കമുള്ള ഒരു
60-40 റേഷ്യോ, 60 അല്ലെങ്കിൽ 70-30 റേഷ്യോയിലാണ് കസ്റ്റമർ സർവീസിൻ്റെ അകത്ത് ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം. അതായത് പെണ്ണുങ്ങൾക്ക് കൂടുതലായിരിക്കും എപ്പോഴും. ആണുങ്ങൾക്ക് കിട്ടത്തില്ല എന്നൊരിക്കലും പറയുന്നില്ല, പക്ഷേ കിട്ടും. അപ്പം ചാൻസസ് എപ്പോഴും പെണ്ണുങ്ങൾക്ക് പോകുന്നത് കാരണം നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് വെച്ച് നിങ്ങൾക്ക് എയർപോർട്ടിൽ എന്ത് ജോലിക്ക് അപ്ലൈ ചെയ്യാം. സെക്യൂരിറ്റി ഓഫീസർ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? അത് കുറേ ഉണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം, ഇഷ്ടം പോലെ. മേജർലി നമ്മൾ ഹൈലി അലേർട്ടായിരിക്കണം, അതാണ് മെയിൻ. ബ്രോ, ഇന്ത്യ ബേസ്ഡ് ചെയ്ത വർക്ക് ചെയ്യുന്ന ഒരു എയർലൈൻ സ്റ്റാഫിന് ബേസിക് സാലറി എത്ര എക്സ്പെക്റ്റ് ചെയ്യാം? ബേസിക് ആയിട്ട് ഇന്ത്യയിലുള്ളതാണെങ്കിൽ ഒരു 20-22 എക്സ്പെക്റ്റ് ചെയ്യാം. ഒരു 25 ഒക്കെ കൂട്ടിക്കോ. അതിൻ്റെ അകത്തുനിന്ന് ESI PF ബാക്കിയുള്ള ഇതെല്ലാം കട്ടായിട്ട് ബാക്കിയുള്ളത് വരും. പൈലറ്റ് ട്രെയിനിങ് കോസ്റ്റ് ഇൻ ഇന്ത്യ നമ്മൾ അങ്ങനെ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് പറയാൻ പറ്റത്തില്ല. എന്നാലും ഒരു 50 lakhs ഒക്കെ ആവും. എന്തായാലും ഒരു CPL എടുത്ത് വരുമ്പോഴത്തേനും 50 lakhs ആവും. ഓൾ ടുഗദർ ഒരു 70-75 ആവും. ഇന്ത്യയിലെ കാര്യമാണ്. അതുകൊണ്ടും ജോലി കിട്ടത്തില്ല. ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഗ്യാരണ്ടിയൊക്കെ കൊടുക്കണം. ഒരു 1 CR കൂട്ടിക്കും. സെലിബി ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് നല്ലതാണോ? സെലിബി കമ്പനിയൊക്കെ കൊള്ളാം, ജോലി ചെയ്യുന്നവരുടെ അനുസരിച്ചിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ആരുടെ അണ്ടറിൽ ജോലി ചെയ്യുന്നതനുസരിച്ചിരിക്കും. സെലിബി എന്നല്ല, ഞാൻ എല്ലാത്തിൻ്റെയും കാര്യം പറയുകയാണ്. ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഒരിക്കലും വിചാരിക്കരുത് നമ്മളങ്ങനെ നല്ല സുഖമുള്ള ജോലിയാണ്. നിങ്ങൾക്ക് എയർപോർട്ടിൽ ഏത് ജോലിയാണെങ്കിലും നിങ്ങൾ എൻജോയ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ജോലിയുടെ ആ ഒരു ഹാപ്പിനെസ്. ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ആണെങ്കിൽ സാലറി ഒരു 15,000 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞു എയർപോർട്ടൊക്കെ ആണെങ്കിൽ അവർ 12,000 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 12-ന് താഴെയൊന്നും പോയി എയർപോർട്ടിൽ ജോലിക്ക് കയറരുത് കേട്ടോ. നമുക്ക് എന്തെല്ലാം ജോലി ചെയ്യാൻ പറയാം. ഷിജു, ആരുസ്, ആര്യ, ഫിയാസ്, ലിബിൻ ജോർജ്, എല്ലാവർക്കും ഹായ്. ബ്രോ, ഒരു ഏവിയേഷൻ പ്രൊഫഷണൽ ആയി വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഡ്രീം ആണ്. ഓക്കെ ബ്രോ, ഒരു ഏവിയേഷൻ പ്രൊഫഷണലായി വർക്ക് ചെയ്യുന്നത് എൻ്റെ ഡ്രീമാണ്. ഐ ബിലീവ് ഐ ക്യാൻ അച്ചീവ് ദാറ്റ് ഗോൾ. എങ്ങനെയെങ്കിലും ഒരു എയർപോർട്ട് ജോബ് കയറണം, എന്നിട്ട് എയർലൈൻ കയറണം. അതാണ് പ്ലാൻ. അടിപൊളി പ്ലാനാണ്. നമുക്ക് ഈ പ്ലാനിൽ നിന്ന് മാറരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് നമ്മളെപ്പോഴും ഡ്രീം ജോബാന്ന് പറയുമല്ലോ. നമ്മൾ ഈ ഡ്രീമിൽ കാണുന്ന ഒരു ജോലി ആവാൻ ഇടവരുന്നത്. നമുക്ക് റിയാലിറ്റിയിലും അത് കാണണം. അല്ലാതെ നമ്മൾ ഡ്രീംസിൽ മാത്രം കാണുന്നത്, രാത്രി കിടന്ന് ഉറങ്ങുമ്പം കാണും, രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ അത് മറക്കും, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ പോകരുത് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, എന്തായാലും റെസ്യൂമെ എന്നയക്കും, നമുക്ക് നോക്കാം. താഴോട്ട് ഒരുപാടെണ്ണം വന്നു. സാർ, ബിയേഡ് അലൗഡ് ആയ എയർലൈൻസ് ഏജൻസീസ് എന്ന് പറയാമോ? ഇല്ല മോനെ, ഒന്നുമില്ല. നിനക്ക് മീശ വെക്കാം, താടി വെക്കാൻ പറ്റുന്ന എയർലൈൻസ് എന്തായാലും ഇന്ത്യയിലില്ല. പിന്നെ സിഖുകാർക്ക് പറ്റും കേട്ടോ, അവർക്ക് മാത്രം അലോടാ. വേറെ എന്തെങ്കിലും? അങ്ങനെ ആളുകൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുക, ആളുകൾ ഒരു സൈഡിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. പുതിയതായിട്ട് ജോയിൻ ചെയ്തവർക്ക് എന്തെങ്കിലും ചോദിക്കാവോ? നമ്മൾ 1.25 മണിക്കൂറായി. ആദ്യമായിട്ടോ ഒരു ലൈവ് ഇത്രയും നേരം, തൊണ്ട പോയി. ചേട്ടാ, കണ്ടൻസ് ഒക്കെ പൊളിയാണ്, ബട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡൗട്ട്സ് ചോദിക്കേണ്ടി ഒഴിവാക്കി കേട്ടാൽ കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് ആവും. അയ്യോ, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേര് ചോദിച്ച ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഉത്തരം ഞാൻ തന്നെ പറയുന്നില്ല. ഞാൻ പറയാത്തത് അറിഞ്ഞുകൊണ്ട് തന്നെ പറയാത്തതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ഞാൻ ചിലപ്പോഴൊക്കെ തമാശയായിട്ട് ചോദിക്കും, പക്ഷേ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഏവിയേഷനിൽ ഓരോ കാര്യങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ അത് തെറ്റായി നടക്കുന്നതെന്നല്ല. ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാഗ് എടുത്തെറിയുന്നത്, ഞാൻ ഓപ്പണായിട്ട് പറയാം. ബാഗ് എടുത്തെറിയുന്നതെന്ന് പറഞ്ഞാൽ
30 കിലോ ഉള്ള ബാഗ് ഒരു 400 എണ്ണം ഉണ്ടെന്ന് വെച്ചോ. ആ 400 ബാഗ് എത്ര പേര് എടുത്താലാണ് ഈ സാധനം ഒരു 10 മീറ്റർ മാറ്റുന്നത്? അതായത് ഒരു ട്രോളിക്കകത്ത് വന്ന ബാഗ് ഫ്ലൈറ്റിലേക്ക് എത്തണമെങ്കിൽ ഒരു 5 മീറ്റർ വെച്ചിട്ട് 5 മീറ്റർ നോക്കിക്കോ. അല്ല സോറി 5 മീറ്റർ ഉണ്ടെന്ന് വെച്ചോ. 5 മീറ്റർ 400 ബാഗ് എടുത്തുകൊണ്ട് നടക്കാമെന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. നമുക്ക് ആകെ ഉള്ളൊരു 10 മിനിറ്റ് 15 മിനിറ്റാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ സ്റ്റാഫുകൾ എടുത്തെറിയും. പക്ഷേ എടുത്തെറിയുന്ന എല്ലാ ബാഗും പൊട്ടണമെന്നുമില്ല. അത് അവരെറിഞ്ഞാൽ പൊട്ടത്തില്ല. ഈ തള്ള ചവിട്ടിയാൽ പിള്ളയ്ക്ക് കേടില്ല എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പം ഞാൻ എടുത്തെറിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിയെന്നിരിക്കും, കാരണം എനിക്ക് അതിൻ്റെ നാക്കില്ല. ഇവരെടുത്തെറിഞ്ഞാൽ ഞാൻ എറിയുക എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇങ്ങനെ എടുത്തെറിയൊന്നുമല്ല. അവർ അത് ഹാൻഡിൽ ചെയ്യേണ്ട വിധത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അത് ഒരിക്കലും പൊട്ടത്തില്ല. ഞാൻ പറയാം, ഒരു 10,000 ബാഗ് എറിഞ്ഞാൽ ഒരെണ്ണം ആയിരിക്കും പൊട്ടുന്നത്. ഒരെണ്ണം പൊട്ടുക എന്ന് പറഞ്ഞാൽ ആ ചെന്ന് വീഴുന്നതിൻ്റെ പ്രശ്നം ഒന്നാണ്. പിന്നെ ചിലതെന്ന് പറഞ്ഞാൽ ബാഗിൻ്റെ ക്വാളിറ്റി ഇല്ലായ്മയാണ് 2. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പം നമ്മളിതൊക്കെ അറിഞ്ഞിരിക്കണം. നമ്മൾ റാമ്പിൽ ജോലി ചെയ്യാൻ വരുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത്. നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ ബാഗാണെങ്കിൽ പോലും നിങ്ങളടുത്ത് എറിയും, ഉറപ്പാണ്. നിങ്ങൾക്ക് അത്രേ സമയമുള്ളൂ. അപ്പോൾ എല്ലാവരും ചോദിക്കും ഈ ഫ്ലൈറ്റിൻ്റെ സമയം കൂട്ടി വെച്ചുകൂടെയെന്ന്. സമയം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ട്രെയിൻ ഓടുന്ന പോലെ ഫ്ലൈറ്റ് ഓടത്തുള്ളൂ. എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് പോകുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതിനുള്ള മറുപടിയും കൂടെ ഞാൻ പറയണമെന്ന് വിചാരിക്കരുത്. ഞാൻ അതിൻ്റെ അകത്തൊന്നും ആ വിഷയത്തിൽ നിന്ന് വിട്ടുപോയി. ഓക്കെ, ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ആ ചോദ്യമായിട്ട് തന്നെ അറിഞ്ഞിരുന്നാൽ മതി. ഉത്തരമൊക്കെ എപ്പോഴേലുമൊക്കെ കണ്ടുപിടിച്ചാൽ മതി. അന്നേരം തന്നെ കണ്ടുപിടിച്ച് നമുക്ക് അപ്പോൾ തന്നെ മറുപടി പറയണമെന്നൊന്നും ഞാൻ പറയത്തില്ല. ബ്രോ, റാമ്പിൽ ഹെവി വെഹിക്കിൾസ് ഡ്രൈവ് ചെയ്യാൻ ജോബ് കിട്ടാൻ ഏജൻസി വഴിയാണോ കയറുന്നത്? ഇല്ല, ഡയറക്റ്റായിട്ട് പോയി ചോദിച്ചാൽ മതി. അതിന് +2 മതി. ഹെവി ഡ്രൈവർ ആവാൻ വേണ്ടിയിട്ട് ഹെവി ലൈസൻസ് വേണം, അത്രേ ഉള്ളൂ. റാമ്പിൽ ഡ്രൈവറായിട്ട് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഹെവി ലൈസൻസ് മസ്റ്റാണ്. ചേട്ടാ, പൈലറ്റ് ആവാൻ NDA എക്സാം ശേഷം എന്താണ് ചെയ്യേണ്ടത്? അത് മിലിറ്ററിയുടെ കാര്യമാണ്. അത് അങ്ങനെ തന്നെ NDA പരീക്ഷ എഴുതി അത് കിട്ടി എയർഫോഴ്സിൽ ജോയിൻ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലവില്ലാതെ പൈലറ്റ് ആവാം. അവിടെ ഇരുന്നൊരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം കഴിയുമ്പോഴത്തേന് റിട്ടയർ ആയിട്ട് മേജർ എയർലൈനിൽ ക്യാപ്റ്റനായിട്ട് കയറാം. അതാണിപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്നത്. അത് മതി. ഏത് മതി? ഈ പുതിയതായിട്ട് വരുന്നവർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കണേ. കാരണം പുറത്ത് നല്ല മഴയാണ്. ഉത്തരം എഴുതുമ്പോഴെങ്കിലും ഒക്കെ ഇട്ടാൽ മതി. ഞാൻ ഒരുവിധം കറക്റ്റ് ആൻസേഴ്സ് എല്ലാം ഞാൻ പിൻ ചെയ്ത് വെക്കും. ഇൻസ്റ്റയിലാണെങ്കിൽ പിൻ ചെയ്യും, യൂട്യൂബിലാണെങ്കിലും പിൻ ചെയ്യും. പിന്നെ എന്തെങ്കിലും അവർ ചീത്ത വിളിച്ചാൽ മാത്രം അതിനുള്ള മറുപടി അവർക്ക് പേഴ്സണലായിട്ട് കൊടുത്തിട്ട് അത് ഞാൻ ബ്ലോക്ക് ചെയ്യുമല്ല, റെസ്ട്രിക്റ്റ് ചെയ്യും. കാര്യം എൻ്റെ വീട്ടിലും അമ്മയും പെങ്ങന്മാരും ഒക്കെ ഉണ്ടല്ലോ, ഭാര്യയുണ്ട്, പിള്ളേരും ഉണ്ട്. അപ്പം എന്തിനാ വെറുതെ? ഡിഗ്രി കഴിഞ്ഞവർക്കുള്ള ജോബ്സ് എന്തെങ്കിലും. ഡിഗ്രി കഴിഞ്ഞാൽ ഒരുപാട് ജോലിയുണ്ട്. എയർപോർട്ടിൽ എന്ത് ജോലി കിട്ടാനും ഡിഗ്രി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടെക്നിക്കൽ അല്ല നോൺ ടെക്നിക്കലായിട്ടുള്ള എന്ത് ജോലിക്കും ഡിഗ്രി മസ്റ്റാണ്. ഞാൻ ഒരുപാട് പേരെ ഇങ്ങനെ ഹായ് കാണിച്ചുകൊണ്ടിരിക്കുക. ജോയിൻ ചെയ്തിട്ട് മിണ്ടാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, ജോയിൻ ചെയ്തിട്ട് മിണ്ടാതെ പോകുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ നമുക്ക് ഈ പരിപാടി നടത്താം. ആർക്കെങ്കിലും എന്തെങ്കിലും, അതായത് ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡേ ടൈമിൽ ഇത്തിരി ബിസി ആയിരിക്കും. ഇപ്പോൾ പോലും ഇന്ന് ഓഫീസിൽ പോകണ്ടാത്തതുകൊണ്ടാണ്, വർക്ക് ഫ്രം ഹോമാണ്. അപ്പം ഞാൻ ജോലിക്കിടയിൽ തന്നെ ഇരിക്കുകയാണ്. മെയിൽ വരുമ്പോൾ അതിനെല്ലാം മറുപടി ആയിരിക്കും. അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഹെൽപ്പ് എൻ്റെ സൈഡിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഹെൽപ്പ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നിങ്ങളെ കൊണ്ടുവന്ന് മറ്റേ നഴ്സറി കൊണ്ട് ചേർക്കുന്ന പോലെ ജോലിക്ക് കയറ്റി മറ്റേ ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് പങ്കുപറ്റാനൊന്നും ഞാൻ ഇരിക്കുന്നില്ല. ഓക്കെ,
ഇൻ്റർനാഷണൽ ഓർ ഡൊമസ്റ്റിക് എയർലൈൻസിൽ ഒരു മെയിൽ ക്യാബിൻ ക്രൂ ആവാനുള്ള ക്രൈറ്റീരിയ പറയാൻ പറ്റുമോ? റെസ്യൂമെ അയച്ചാൽ എന്തെങ്കിലും ഹെൽപ്പ് നടക്കുമോ? റെസ്യൂമെ അയച്ചു തന്നാൽ ഞാൻ അറിയാവുന്നവർക്ക് അയച്ചു കൊടുക്കാം. അല്ലാതെ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ അതാണ് ഹെൽപ്പ്. ഞാൻ പണ്ടൊക്കെ ഒരുപാട് പേരെ കൊണ്ട് ജോലിക്ക് കയറ്റുമായിരുന്നു. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ജോലിക്ക് ഈ പാലം നടക്കുവോളം നാരായണ, പാലം നടന്നാൽ കൂരായണ എന്ന് പറയുന്ന പോലെയാണ്. അവിടെ ചെന്നേച്ച് പിന്നെ എൻ്റെ പേര് പറയും, ഞാനാണ് ജോലി കയറ്റിയത്, അതുകൊണ്ട് അവർക്ക് ആഗ്രഹമില്ല. ഒരുപാട് പേര്, അതിൻ്റെ അകത്ത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരാളെ ജോലിക്ക് കയറ്റി, നല്ലൊരു ജോലിക്ക് കയറ്റി, നല്ല ശമ്പളമൊക്കെ ഉണ്ട്. അപ്പം പക്ഷേ എപ്പോഴും ഓർക്കണം, ശമ്പളം കൂട്ടി തന്നാൽ ജോലി അതുപോലെ കൂട്ടി അവരും തരും. അപ്പോൾ അതനുസരിച്ച് ജോലി ചെയ്യണം. അങ്ങനെ ജോലിക്ക് കയറി കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പം അവനാണെങ്കിൽ അവിടെ മാനേജറിൻ്റെ അടുത്ത് എന്തോ ഒരു കാര്യത്തിന് ഇത് മാനേജർ എന്തോ പറഞ്ഞപ്പം പറഞ്ഞു, അതാ ജെറിലാണ് എന്നെ നിർബന്ധിച്ച് ജോലിക്ക് കയറ്റിയത്. അവർക്ക് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞപ്പം അങ്ങേര് ഇട്ടിട്ട് പോയി. ഞാൻ ഈ ജോലിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ റിസൈൻ ചെയ്യാൻ പോവാം. അപ്പോൾ ആ മാനേജർ എന്നെ വിളിച്ച്, മാനേജർ ഞാൻ പറഞ്ഞിട്ടാണ് കയറ്റിയത്. അന്നേരം പറഞ്ഞ്, ജെറിലെന്തോ മേടിച്ചു എന്ന് അവൻ പറയുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് കണ്ടോ ഇപ്പം നിൻ്റെ പേരും പറഞ്ഞിട്ട് പോകുന്ന കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അതോടെ നിർത്തി, പരിപാടി നിർത്തി. അതുകൊണ്ട് ഇനി എപ്പോഴും പറയുന്നത് പോലെ ഞാനൊരു ഓഫീസിൻ്റെ ഡോറ് തുറന്ന് കാണിക്കാം, പക്ഷേ നടന്നു കയറേണ്ടത് നിങ്ങളാണ്. അപ്പോൾ അത് ഞാൻ ചെയ്യാം, ആ ഒരു ഹെൽപ്പ് ഞാൻ ചെയ്തു തരാം. കോൺടാക്റ്റ് നമ്പർ തരുമോ? DM-ൽ ഒന്ന് മെസ്സേജ് ഇട്ടുതരും, ഞാൻ അയച്ചുതരാം. ക്യാൻ യു ടെൽ മീ ദ നെയിംസ് ഓഫ് ദ ജോബ് പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഗ്രാജുവേറ്റ്? അതെന്തോ സംഭവം? ക്ലെമൻ പാട്രിക് എന്ത് ഉദ്ദേശിക്കുന്നത്? ക്യാൻ യു ടെൽ മീ ദ നെയിംസ് ഓഫ് ദ ജോബ് പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഗ്രാജുവേറ്റ്? നമ്പർ തരുമോ ബ്രോ? നമ്പർ തരാം, എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കൂ. ഇത് കഴിയുമ്പോഴത്തേന് ഞാൻ തരാം. ഷിബിൻ ഇപ്പോൾ ജോയിൻ ചെയ്തവർക്കെല്ലാം ഞാൻ ഹായ് തരുവാണ്. എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കണേ. കാരണം എൻ്റെ സാറ് കാലിക്കട്ട് എവിടെയാണ്? ഞാൻ മാവൂർ റോഡിലാണ് ഓഫീസ്, താമസിക്കുന്നത് തൊണ്ടയാടാണ്. ഇനി വീടിൻ്റെ അഡ്രസ്സ് എന്തായാലും പറയുന്നില്ല, വീട്ടിൽ വെച്ച് എന്തായാലും ആരെയും കാണാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇവിടെ കാലിക്കറ്റിൽ അല്ലെങ്കിൽ കാലിക്കറ്റിൻ്റെ അടുത്തുള്ള ആരൊക്കെയുണ്ട്? അതായത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഡിവിഷൻ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, ഈ സ്ഥലത്തുള്ള ആരെങ്കിലും ഉണ്ടോ? ലൈഫ് ഓഫ് ആൻഡ് ഡെഡ് ലിഫ്റ്റർ കഴിഞ്ഞോ? എങ്കിൽ പിന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ. ഞാനും ജോലിയിലേക്ക് പോവാണേ. നല്ല മഴയാണ്, അപ്പോൾ ഞാൻ നിർത്തുവാണേ. ഓക്കെ, അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് DM അയച്ചാൽ മതി. ഞാൻ നമ്പർ തരാം, പറഞ്ഞു തരേണ്ടതാണെങ്കിൽ തരാം, ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തു തരാം. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു.